അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് വളരെ സിമ്പിളാണെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കണം. അത് ചെറിയ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണ്. പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ അതിനാവശ്യമായ ഫോമിൽ ഏതെങ്കിലും ഭാഗം പൂരിപ്പിക്കാതെ കൊടുത്താൽ അപേക്ഷ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണ്, അപേക്ഷ കൊടുക്കുകയാണ്, അതിന് പറയപ്പെട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാതെ അപേക്ഷ കൊടുത്താൽ അപേക്ഷ സ്വീകരിക്കുമോ? ഇല്ല, സ്വീകരിക്കില്ലല്ലോ. അതേപോലെ നമ്മൾ ഒരു ആധാർ എടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയാണ്. അപേക്ഷ കൊടുക്കുമ്പോൾ തെറ്റുണ്ടായാൽ അപേക്ഷ സ്വീകരിക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഇബാദത്തുകൾക്കും അതിന് ഫർളുണ്ട്, ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഇതൊക്കെ പാലിക്കൽ അതിനും നിർബന്ധമാണ്. അപ്പോൾ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കൽ നിർബന്ധമാണ്. ആ ഒരു ബോധം ആദ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുക. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അത് ഓരോന്ന് ഞാൻ സന്ദർഭത്തിനനുസരിച്ച് പറയും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം ഇന്ന് ഞാൻ നേരെ ഹജ്ജാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതേപോലെ 3 ക്ലാസ് ഉണ്ടാവും. 3 ക്ലാസ്സിലൂടെയാണ് നമ്മുടെ ക്ലാസ് അവസാനിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാവർക്കും പേടിയിലാണ്. ഹജ്ജ് എങ്ങനെയാണ് സാങ്കേതിക ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ നേരെ ഹജ്ജിലേക്ക് പോവാണ്. ഹജ്ജിന് ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്, അതേപോലെ അതിന് നിബന്ധന ഷർത്തുകളുണ്ട്. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഹജ്ജിൻ്റെ ഫർളുകൾ, ഹജ്ജിൻ്റെ റുക്നുകൾ. ഹജ്ജിൻ്റെ ഫർളുകൾ 2 രൂപത്തിലാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് റുക്നുകൾ. റുക്നുകൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമാണ്, പരിഹരിക്കാൻ കഴിയൂല. എന്താണ് റുക്ൻ എന്ന് പറഞ്ഞാൽ? ചെയ്യൽ നിർബന്ധമാണ്, പരിഹാര മാർഗം അതിനില്ല. അതിനാണ് റുക്നുകൾ എന്ന് പറയാം. റുക്നുകൾ ഒന്ന് ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ നിയ്യത്ത് വെക്കാറില്ലേ? ആ നിയ്യത്ത് തന്നെയാണ് എന്ത് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ. ഹജ്ജിൻ്റെ റുക്നുകൾ 1 ഇഹ്റാം ചെയ്യൽ, 2 അറഫയിൽ നിൽക്കൽ, 3 ഫർളായ തവാഫ് ചെയ്യൽ. ഇഫാദത്തിന്റെ തവാഫ് എന്നാണ് പറയാം. 4 ഫർളായ സഅയ് ചെയ്യൽ. 5 മുടിയെടുക്കൽ. 6 ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളിൽ തർത്തീബ് പാലിക്കുക. 1 ഇഹ്റാം ചെയ്യൽ, 2 അറഫയിൽ നിൽക്കൽ, 3 ഫർളായ തവാഫ് ചെയ്യുക. പേര് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് അത് പറയണം. ഫർളായ തവാഫ് ചെയ്യുക. 4 ഫർളായ സഅയ് ചെയ്യുക. 5 മുടിയെടുക്കുക. 6 തർത്തീബ് പാലിക്കുക. എന്തൊക്കെ? ഇഹ്റാം, അറഫയിൽ നിൽക്കൽ, തവാഫ്. ഈ 3 കാര്യങ്ങളിലാണ് തർത്തീബ് പാലിക്കേണ്ടതുള്ളൂ. ഇനി ഒരു മിനിറ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ കേൾക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ സ്വന്തം പറയാം. സ്വന്തം പറഞ്ഞു, മനസ്സ് പറഞ്ഞു. ഇഹ്റാം ചെയ്യൽ, അറഫയിൽ നിൽക്കൽ, തവാഫ് ചെയ്യൽ, സഅയ് ചെയ്യൽ, മുടിയെടുക്കൽ, തർത്തീബ് പാലിക്കൽ. തർത്തീബ് പറഞ്ഞാൽ ആദ്യത്തെ
മൂന്നെണ്ണത്തിനുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബേജാറ് കൊടുക്കുന്നവരോ ഇതൊന്നും മനസ്സിൽ നിൽക്കൂല, ബേജാറാണ്. ഇപ്പൊ തന്നെ നമ്മൾ ഓരോരുത്തർ പറയാൻ തുടങ്ങാനെന്ത് മാഷങ്ങളിൽ നിന്നും വേണ്ടി പറഞ്ഞിട്ട് കാര്യം ചെയ്യില്ല, ഓർമ്മ നിൽക്കൂല, ഓർമ്മ നിൽക്കണ്ട, ബേജാറൊന്നാണ്. ഇനി ഹജ്ജിന്റെ ഫർദിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് ഹജ്ജിന്റെ വാജിബാത്തുകൾ എന്ന് പറയും. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഫർദാണ് കാര്യം, പക്ഷേ ചെയ്യൽ നിർബന്ധമാണ്. എന്തെങ്കിലും കാരണവശാൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് എന്തുണ്ട്? പരിഹാര മാർഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വാജിബാത്താണ് എന്താണ്? ചെയ്യൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഒഴിവായി പോയാൽ എന്തുണ്ട്? അതിനെ പരിഹരിക്കാൻ മാർഗങ്ങൾ ഉണ്ട്. അതിനാണെന്ന് പറയാം, മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യൽ, പിന്നെ മുസ്ദലിഫയിൽ നിൽക്കൽ, മിനയിൽ രാപ്പാർക്കൽ, പിന്നെ അങ്ങനെ മൂന്നെണ്ണം പറഞ്ഞ് മിനയിൽ രാപ്പാർക്കൽ, 4 ജംറകളെ എറിയൽ, 5 വിദാഇന്റെ തവാഫ് ചെയ്യൽ. മുതൽ പറഞ്ഞാൽ മീഖാത്ത് വിട്ടുകിടക്കും മുമ്പ് ഇഹ്റാം ചെയ്യൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, മിനയിൽ രാപ്പാർക്കൽ, ജംറകളെ എറിയൽ, വിദാഇന്റെ തവാഫ് ചെയ്യൽ. ഇപ്പൊ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കിയാൽ ഇനി അടുത്ത വിശദീകരണത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ഹജ്ജിന്റെ വാജിബാത്തുകൾ. വാജിബാത്തുകൾ എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒഴിവായി പോയാൽ എന്തുണ്ട്? പരിഹാര മാർഗങ്ങളുണ്ട്. അതാണ് വാജിബാത്തുകൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ എന്തേലും ഇഹ്റാം ചെയ്യൽ, രണ്ടാമത്തേൽ ഒന്നാമത് പറഞ്ഞെന്തേലും മീഖാത്ത് വിട്ടുകിടക്കും മുമ്പ് ഇഹ്റാം ചെയ്യൽ. ഇനി അതാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായിക്കോളൂ. അതായത് ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ ഹജ്ജിന് എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. ഹജ്ജിന് നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഗവൺമെന്റിന് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തല്ല പോവുക. എന്തിന് ഇഹ്റാം ചെയ്താണ് പോവുക? ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താണ് പോവുക. അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് ആരും പോകാൻ കഴിയില്ല, ഗവൺമെന്റിന് പോകുന്ന ആളുകൾക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഗവൺമെന്റിന് പോകുന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുക. പ്രൈവറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ കൂടെ അമീർമാരുണ്ടാവും. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ കഴിയും. ഈ പ്രൈവറ്റിൽ പോകുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ആ കൂട്ടത്തിൽ ഗവൺമെന്റിൽ പോകുന്ന ആളുകളെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുക. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം, അപ്പൊ ഈ മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യുക, അത് ജസ്റ്റ് മനസ്സിലാക്കിക്കൊള്ളു. ഇപ്പൊ നമ്മൾ ജലാലിൽ നിൽക്കുന്ന സ്ഥലമാണ് മക്ക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്ക ഇവിടേക്ക് വരുമ്പോ കൊണ്ടോട്ടി വഴി വരുന്ന ആളുകൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് എങ്ങോട്ട് വരാൻ പാടുള്ളൂ? ജലാലിയിലേക്ക് വരാൻ പാടുള്ളൂ. കക്കോ ഭാഗത്ത് വരുന്ന ആളുകൾ കക്കോയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് എങ്ങോട്ട് വരാൻ പാടുള്ളൂ? ജലാലിയിലേക്ക് വരാൻ പാടുള്ളൂ. ഇങ്ങനെ സ്ക്രീനിൽ നോക്കണ്ട. സ്ക്രീനിൽ ആ ഇത് പറയുമ്പോൾ മാത്രം നോക്കിയാൽ മതി, ബാക്കി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. അരീക്കോട് ഭാഗത്ത് വരുന്ന ആളുകൾ എവിടുന്ന് ഇഹ്റാം ചെയ്ത് വരാൻ പാടുള്ളൂ? അരീക്കോട് ഇഹ്റാം ചെയ്ത് വരാൻ പാടുള്ളൂ. മാവൂർ ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന ആളുകൾ എവിടുന്ന് ഇഹ്റാം ചെയ്യണം? മാവൂരിൽ നിന്ന് ഇഹ്റാം ചെയ്യണം.
ഇങ്ങനെ മക്ക എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ അതിൻ്റെ ചുറ്റുഭാഗത്തും തീരുമാനിക്കപ്പെട്ട മീഖാത്ത് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നിന്ന് ഇഹ്റാം ചെയ്തേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതെല്ലാം കൂടി വിശദീകരിച്ച് നമ്മൾ സമയം കളയണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയോളി. ആദ്യം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഈ 3 സ്ഥലത്ത് എവിടുന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾ യലംലം എന്ന് പറയുന്ന ഒരു മീഖാത്തുണ്ട്. ആ മീഖാത്തിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉംറയ്ക്ക് പറയും, വിശദമായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് പോയി. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്? മക്കയിൽ താമസിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയോളൂ. ഇനി നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്, ഇഹ്റാമിന് മീഖാത്ത് 2 രൂപയുള്ള മീഖാത്തുണ്ട്. ഒന്ന് സമയത്തിന്റെ മീഖാത്ത്. അപ്പം വിശദീകരിച്ച് പറഞ്ഞ ആവശ്യം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത്? പറയും മക്കത്ത്. മക്കയിൽ നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് നമ്മളെ റൂമിൽ നിന്ന് തന്നെയാണ്. എവിടുന്ന ഇഹ്റാം ചെയ്യേണ്ടത്? റൂമിൽ നിന്ന്. ഈ റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്യുന്ന ആളുകൾക്ക് ഫിദിയ നിർബന്ധമാണ്. അങ്ങനെ മനസ്സിലാക്കിയപ്പോ ഫിദിയ നിർബന്ധമാണ്. അത് എന്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയാൻ കഴിയും. ഇഹ്റാം ചെയ്യും. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി. അതെന്താ ചെയ്യാം? ദുൽഹിജ്ജ 8-നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ തുടങ്ങുക. അപ്പൊ നമ്മളോട് നമ്മുടെ മുത്തവ്വിഫുമാര് പറയും, 7-ന്റെ അന്ന് രാത്രി, അതായത് 8-ന്റെ രാവിലെ മഗ്‌രിബ് നിസ്കരിച്ച് ഉടനെ റെഡിയായി നിൽക്കണം എന്ന് പറയും ചില ആളുകൾ. ചില ആളുകൾ പറയും ഇശാ നിസ്കരിച്ച് ഉടനെ റെഡിയായി നിൽക്കണം എന്ന് പറയും. ചില ആളുകൾ പറയും സുബഹി നിസ്കരിച്ച് ഉടനെ റെഡിയായി എന്ന് പറയും. ചില ആളുകൾ 7-ന്റെ അന്ന് ദുഹറിന് റെഡിയായി നിൽക്കണം എന്ന് പറയും. എങ്ങനെ ആയാലും നമ്മൾ റെഡി ആവേണ്ടത് എപ്പോഴേക്കാണ് റെഡിയാവേണ്ടത്? നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയും അപ്പോഴേക്ക് എല്ലാം റെഡിയാവും. മനസ്സിലായി? അത് എന്തിനാ റെഡി ആവാൻ അത് മനസ്സിലാക്കി. ആ സമയത്ത് നമ്മൾ റെഡി ആവാഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബസ് നമുക്ക് കിട്ടൂല. ആ ബസ് നമുക്ക് കിട്ടാഞ്ഞാൽ നമുക്ക് മിനയിൽ എത്താൻ കഴിയില്ല, നമ്മൾ കുടുങ്ങിപ്പോകും. മനസ്സിലായല്ലോ? അപ്പൊ ഏത് സമയത്ത് റെഡി ആവണം? നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന സമയത്ത് തന്നെ റെഡി ആവണം. ആ സമയത്ത് റെഡിയായി നമ്മൾ നിൽക്കണം. അപ്പൊ നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത് എപ്പോഴാണ്? ശരിക്ക് പറഞ്ഞാൽ 8-ന്റെ അന്ന് രാവിലെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്ത് 8-ന്റെ അന്ന് ദുഹറാകുമ്പോഴേക്ക് നമ്മൾ എവിടേക്ക് എത്തണം? മിനയിലേക്ക് എത്തണം. അതാണ് നിയമം. പക്ഷെ അത് നടക്കൂല. നടക്കൽ എങ്ങനെ നടക്കുള്ളൂ? നമ്മളോട് റെഡിയാ പറയുന്ന സമയത്ത് റെഡിയായാലേ മാറുള്ളൂ. ഇനി നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുകയാണ്? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉംറക്കാണെങ്കിലും ഹജ്ജിനാണെങ്കിലും ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യലെന്താണ്? സുന്നത്താണ്. ശരീരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ ഒഴിവാക്കുക, നഖം മുറിക്കുക, മീശ വെട്ടുക, താടി നന്നാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുകയാണെങ്കിലും സുന്നത്തുള്ള കാര്യങ്ങളാണ്. 2, ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ച് നമ്മൾ കുളിക്കണം. അത് മക്കത്തിൽ നിന്ന് റൂം നാളിലൊക്കെ ചെയ്യണം. ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ച് നമ്മൾ ചെയ്യണം, കുളിക്കണം. 3,
കുളി കഴിഞ്ഞതിന് ശേഷം വസ്ത്രം മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം? സുഗന്ധം പൂശണം. സുന്നത്തായ കാര്യങ്ങളാണ് പറഞ്ഞോ. അടുത്തത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഇഹ്റാമിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 തുണികൾ മാത്രം. ഒന്ന് ഉടുക്കാനുള്ള തുണിയും ഒന്ന് നമ്മുടെ ശരീരത്തിൽ പുതക്കാനുള്ള തുണിയും. ഈ 2 തുണികൾ മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? പുരുഷന്മാർ. സ്ത്രീകൾക്ക് കയ്യുറ ധരിക്കാൻ പാടില്ല. എന്ത് പാടില്ല? കയ്യുറ ധരിക്കാൻ പാടില്ല. മുഖം മറക്കാനും പാടില്ല. അല്ലാത്ത എല്ലാ വസ്ത്രങ്ങളും ആർക്ക് ധരിക്കാം? സ്ത്രീകൾക്ക് ധരിക്കാം. മനസ്സിലായല്ലോ? അപ്പോ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റാം. കുളി കഴിഞ്ഞ് ശരീരത്തിൽ സുഗന്ധം ഉപയോഗിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി. ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റിയതിനു ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് സുന്നത്ത്. ആ സുന്നത്തിൽ എന്താ നിയ്യത്തൊക്കേണ്ടത്? ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അതിന് ആ നിയ്യത്ത് ചെയ്ത് സാധാരണത്തെ പോലെ തന്നെ വജ്ഹത്ത് ഓതി ഫാത്തിഹ ഓതി 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്താണ് ഓതേണ്ടത്. സുന്നത്തുള്ളൂ കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും സൂറത്ത് ഓതിപ്പോയി ആ സമയത്ത് ആ സൂറത്ത് മറന്ന് ബേജാറൊന്നും വേണ്ട. ഏതെങ്കിലും സൂറത്ത് ഓതിയാലും മതി. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താക്കി പറഞ്ഞത് ഏതാണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തേത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ബാക്കിയൊക്കെ സാധാരണ നിസ്കാരം പോലെ തന്നെയാണ്. ഒരു ബേജാറുണ്ട്. നിയ്യത്തിന് മാത്രം എന്ത് മാറ്റം? ഞാൻ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് ചെയ്യാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പിന്നെ ചെരുപ്പ് ധരിക്കണം. ചെരുപ്പ് ധരിക്കൽ സുന്നത്താണ്. പുരുഷന്മാര് ചെരുപ്പ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഷൂ പോലത്തെ മുന്നും പിന്നും കൂടിയ ആ രീതിയിലുള്ള ചെരുപ്പുകൾ ധരിക്കാൻ പാടില്ല. അതായത് മുൻവശവും തുറന്നു നിൽക്കണം, പിൻവശവും ചെയ്യണം തുറന്നു നിൽക്കണം. ആ രീതിയിലുള്ള ചെരുപ്പാണ് ആര് ധരിക്കേണ്ടത്? പുരുഷന്മാർ ധരിക്കേണ്ടത്. സ്ത്രീകൾക്ക് ഷോക്സ് ഇടാം, ഷോക്സ് ഇടണം. അതിന് പറയും ഷോക്സ് ഇടാം. സാധാരണ ഷൂ പോലത്തെ ചെരുപ്പുകൾ ധരിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. പുരുഷന്മാർ ചെരുപ്പ് ധരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? മുന്നും പിന്നും മറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ധരിക്കാൻ പാടില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ശ്രദ്ധിക്കണം. ഷുഗറൊക്കെ ഉള്ള ആളുകൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രത്യേക ചെരുപ്പുകൾ ഉണ്ടാവും. ആ ചെരുപ്പുകൾ തന്നെ മുന്നും ബാക്കും തുറന്നതല്ലെങ്കിൽ അതൊന്ന് നമ്മളെ വന്നത് തുറക്കുക. എന്നിട്ട് ആ ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക. ഏത് ചെരുപ്പ് തന്നെ? ഏത് ചെരുപ്പ് തന്നെ? ഡോക്ടർമാർ പറഞ്ഞ ചെരുപ്പ് തന്നെ ഉപയോഗിക്കണം. അതിന് കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ അടുത്ത് ചീക്കോട് അബൂബക്കർ ഹാജി മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആഖിറ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഷുഗറുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ജംറ എറിയാൻ പോകുന്ന സമയത്ത് സാധാ ചെരുപ്പ് ഉപയോഗിച്ചു. ആ ചെരുപ്പ് കാലുകൊണ്ട് പോയത് ഇയാൾ അറിഞ്ഞില്ല. കാരണം ഷുഗറിന്റെ കൂടുതൽ പ്രശ്നമാണെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഇയാളെ കാല് പൊള്ളി. കാല് പൊള്ളിയപ്പോൾ നടക്കാൻ വയ്യാതായി. അപ്പോൾ അദ്ദേഹം ഇരുന്നപ്പോ കാല് മൊത്തം പൊള്ളി. അങ്ങനെ അദ്ദേഹം അവിടെ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലായിരുന്നു. അവിടെ നിന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു കാല് മുറിച്ച് ഒഴിവാക്കണം. അങ്ങനെ അവിടെ നിന്ന് ചികിത്സ നടത്താതെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് ചികിത്സ നടത്തി. ആ ചികിത്സ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നതിന് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അദ്ദേഹം അടുത്ത് മരണപ്പെട്ടു.
അപ്പൊ ഇതെന്തിനാ പറഞ്ഞത് അറിയാം? ഇതെന്തിനാ പറഞ്ഞേ? ചെരുപ്പ് കാര്യം വന്ന് ഊരിപ്പോകുന്ന അറിയാത്ത പ്രശ്നമുള്ള ആളുകൾ എന്ത് തന്നെ വേണം, ആ രീതിയിലുള്ള ചെരുപ്പ് തന്നെ ധരിക്കണം. പക്ഷെ എന്ത് ചെയ്താൽ മതി? മുന്നും പിന്നും തുറന്നതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതൊന്ന് തുറക്കാനുള്ള സംവിധാനം, കട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ചെരുപ്പ് ധരിക്കൽ എന്താണ്? സുന്നത്താണ്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായി മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. മൈലാഞ്ചി ഇടല് സുന്നത്താണ്. മൈലാഞ്ചി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഒറിജിനൽ മൈലാഞ്ചി ആവണം. അത് ഏത് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. ആ മൈലാഞ്ചിയുടെ ഭാഗം ഒന്ന് മുഖത്ത് തടവലും സുന്നത്തുണ്ട്. അങ്ങനല്ല, ആ മൈലാഞ്ചി ഒന്നും എന്ത് ചെയ്യുക, ഒന്ന് മുഖത്തും തടവാം. അത് പ്രത്യേകം സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. പിന്നെ വാഹനത്തിൽ കയറിയതിന് ശേഷം ഹജ്ജിന്റെ നിയ്യത്ത് ചെയ്യാം. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ റൂമിൽ, നമ്മുടെ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഉസ്താദ്മാരുണ്ടാവും. ആ ഉസ്താദ്മാരുണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ആ സമയത്ത് നിയ്യത്ത് ചെയ്താൽ അത് നന്നാവും. ഇനി ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാം. ശരീരത്തിൽ നിന്ന് നീക്കേണ്ട രോമങ്ങളും നഖങ്ങളൊക്കെ നീക്കുക. കുളിക്കുക. കുളിക്കുമ്പോഴൊക്കെ എന്ത് വേണം? നിയ്യത്ത് വേണേ. അതേപോലെ ഈ നമ്മളെ നഖം കുളിക്കുമ്പോഴും മറ്റൊക്കെ മനസ്സിൽ കരുത്ത് വേണം. ഒക്കെ ഏത് കരുത്ത്? ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാനാണെന്ന് കരുത്. ശരീരത്തിന് സുഗന്ധം ഉപയോഗിക്കുക, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ചെരുപ്പ് ധരിക്കുക, വാഹനത്തിൽ കയറിയതിനു ശേഷം നിയ്യത്ത് ചെയ്യുക. സ്ത്രീകൾ കയ്യിൽ മൈലാഞ്ചി ഇടുകയും മുഖത്ത് അല്പം ആ മൈലാഞ്ചി പുരട്ടുകയും ചെയ്യുക. റെഡിയായോ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മൾ എന്ത് റെഡിയായി? എന്തിന് റെഡിയായി? ഇഹ്റാം ചെയ്യാൻ റെഡിയായി. ഓക്കെ, നമ്മൾ എന്തിന് ഇഹ്റാം ചെയ്യല്ലേ? ഹജ്ജിന് ഇഹ്റാം ചെയ്യല്ലേ? ഇത്രയും നിർബന്ധമുള്ളൂ. ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിന് വേണ്ടി ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു. മനസ്സ് കരുതിയാൽ മതി. മനസ്സിലായോ? പറയും, ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, അതിന് വേണ്ടി ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു. അത് മനസ്സ് പറഞ്ഞാൽ മതി. അതാണ് ഇതിൻ്റെ ഇഹ്റാം പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഇഹ്റാം. ഇനി നമ്മൾ സുന്നത്തുകൾ അടക്കടഞ്ഞ് പറയാൻ പോകുന്നത്, ഈ നിയ്യത്ത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ അത്തഹിയ്യാത്തിൽ ചെല്ലണ സ്വലാത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുന്നത്തുണ്ട്. നമ്മൾ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട്. അതായത് നമ്മൾ സ്വർഗത്തിന് ചോദിച്ചുകൊണ്ടും നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അതൊക്കെ സുന്നത്താണ്. പക്ഷെ അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നവൈതു പറഞ്ഞോളി. നവൈതു അൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അറബിയാണ്. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം തെൽബിയത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ചെല്ലി 3 പ്രാവശ്യം തെൽബിയത്ത് ചൊല്ലി. ആണുങ്ങൾ ഉറങ്ങി പെണ്ണുങ്ങളുമല്ലേ? ഒറ്റമില്ലേ? ആ തെൽബിയത്തില് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ ലബ്ബൈക്. ഉംറക്കാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക്. അപ്പൊ നമ്മളിപ്പോ എന്താ ഇഹ്റാം ചെയ്യുന്നത്? ഹജ്ജിനാണ്. അപ്പൊ ചൊല്ലുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജിൻ ലബ്ബൈക്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇനി
സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലുന്നുണ്ട്. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒക്കെ സുന്നത്തുള്ളൂ, ബേജാറാണ്. സുന്നത്തേ ഉള്ളതൊന്നും വിട്ടുപോയാൽ ചാരും ബേജാറാണ്. പിന്നെ പ്രയാസമുള്ളിൽ ഇരിക്കണേ, നിൽക്കാൻ പ്രയാസമുള്ളിൽ ഇരിക്കണം കേട്ടോ. ഞാൻ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കും വേണ്ട, പ്രയാസമുള്ളിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. പടച്ചോനെ അല്ലാഹുമ്മ, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എന്നോട് ഞാൻ ചോദിക്കുന്നു, റിളാക, നിന്റെ തൃപ്തിയെ ഞാൻ ചോദിക്കുന്നു, വൽ ജന്ന, സ്വർഗവും ചോദിക്കുന്നു റബ്ബേ, വഅഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ സഖതിക, പടച്ചോനെ നിന്റെ കോപത്തിൽ നിന്റെ ദേഷ്യത്തിൽ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, വന്നാർ, നരകത്തിൽ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന, മനസ്സ് തട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. പിന്നെ ഒരു ദുആ ഉണ്ട്, അതൊക്കെ കാണാൻ പഠിക്കാൻ കഴിയില്ല, ഇതൊക്കെ കാണാൻ പഠിക്കാൻ കഴിയും ആളുകൾക്ക്. അല്ലാഹുമ്മ ലക ഉഹരിബു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി അല്ലാഹുമ്മ ഇന്നി നവൈതുൽ ഹജ്ജ ഫഅഇന്നി അലൈഹി വതഖബ്ബൽ മിന്നി എന്നുള്ള ദുആയുണ്ട്. അതൊക്കെ ഏടുകളുണ്ടാവും, ഏടുകളിൽ നോക്കി ചെല്ലാം. ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളൂ. ഒന്ന്, സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണ ആർക്ക് ഹറാമാണ്? പുരുഷന്മാർക്കും ഹറാമാണ്, സ്ത്രീകൾക്കും ഹറാമാണ്. കാരണം സാധാരണ രീതിയിൽ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യണം? മുഖം മറിച്ച് ഗ്ലൗസ് ഇട്ട് നടക്കണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഈ ഹജ്ജിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഹജ്ജിൽ പ്രവേശിച്ചാൽ പിന്നെ കയ്യുറ ധരിക്കാൻ പാടില്ല, പിന്നെ മുഖം മറക്കാൻ പാടില്ല. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളുടെ തൊപ്പി, ഈ മുന്നോട്ടിങ്ങനെ ഒരു ഇതിലുള്ള തൊപ്പി, ആ തൊപ്പി വെച്ച് മുഖത്തേക്ക് തട്ടാത്ത രീതിയിൽ മുഖം മറക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെ? മുഖത്തേക്ക് തട്ടാത്ത രീതിയിൽ അന്യപുരുഷന്മാരുടെ നോട്ടത്തിൽ നിന്ന് രക്ഷ നേടണം എന്നുദ്ദേശിക്കുന്ന സ്ത്രീകൾക്ക് മുഖത്തേക്ക് തട്ടാത്ത രീതിയിൽ എന്തെങ്കിലും തൊപ്പിയുടെ ഈ തേറ്റ പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? മുന്നേ തൂക്കിടുന്ന കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീകൾക്ക് കയ്യുറ ധരിക്കാൻ പാടില്ല, മുഖം മറക്കാനും പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പാടില്ല? ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാനേ പാടില്ല. ശ്രദ്ധിക്കണം. ഷെഡ്ഡി പറ്റൂല, പാൻസ് പറ്റൂല, പിന്നെ അതേപോലുള്ള ബനിയൻ പറ്റൂല, ഷർട്ട് പറ്റൂല. ഈ രണ്ട് രീതിയിലുള്ള രണ്ട് പുതപ്പും, ഒരു പുതപ്പും ഒരു ഉടുപ്പും. തല മറക്കാനും പാടില്ല. ഇപ്പോ എന്നെ പോലെ അല്ലെങ്കിൽ ഉസ്താദ്മാരെ പോലെ സ്ഥിരമായി തൊപ്പി വെച്ച് തലപ്പാവ് ധരിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തല മറക്കാൻ പാടില്ല. ഇതൊക്കെ ഹറാമാണ്. രണ്ട്, പിന്നെന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ സുഗന്ധം ഉപയോഗിച്ചു, എവിടെ ഉപയോഗിച്ചത്? ശരീരത്തിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ എന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല.
തലയിലും താടിയിലും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. തലയിലും താടിയിലും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മുടിയോ നഖമോ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, നീക്കാൻ പാടില്ല, ഹറാമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ചില സ്വഭാവം ഉണ്ടാവും. അതായത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ് ഉണ്ടാവും. ആ ഹാബിറ്റ് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മാത്രമേ ഇടയിൽ മുടി പോയാൽ എന്താണ്, ഹറാമാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് കാത്തൊക്കെ നമ്മൾ മൂക്കിലൊക്കെ എന്ത് ചെയ്യും, കൈയിട്ടൊന്ന് ഇരിക്കും, വേണമെങ്കിലൊന്ന് പറിക്കൊക്കെ. അതിനാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതൊക്കെ ശരിക്കും വെട്ടി വൃത്തിയാക്കിയാൽ എന്താവില്ല, ആ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും എന്ത് ചെയ്യാൻ പാടില്ല, മുടിയോ നഖമോ എന്ത് ചെയ്യാൻ പാടില്ല, നീക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരാൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരാൾ നടന്നു പോകുന്ന സമയത്ത് കാലൊന്ന് വെച്ചു കൂട്ടി നഖം പറഞ്ഞു, ആ നഖം ഒഴിവാക്കണ്ടേ? ആ നഖം ഒഴിവാക്കണം. അത് നമ്മളെ കാലത്ത് നമ്മൾ ഒഴിവാക്കല്ല. പിന്നെ ആ നഖം മുറിഞ്ഞു, ആ നഖത്തോട് അപകടം നമ്മൾ നിൽക്കണേ കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് ആ നഖം പിന്നെയും തട്ടി അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ആ നഖം ചെയ്യാം, മുറിച്ച് ഒഴിവാക്കുന്നത് കുഴപ്പമില്ല. സാധാരണഗതിയിൽ മുടിയോ നഖമോ ചെയ്യാൻ പാടില്ല, നീക്കാൻ പാടില്ല. വിവാഹബന്ധം നടത്താൻ പാടില്ല. വിവാഹബന്ധം നടത്താൻ പാടില്ല. കല്യാണം കഴിച്ചു കൊടുക്കാനും പാടില്ല, കല്യാണം കെട്ടാനും പാടില്ല. സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പാടില്ല. അത് പ്രത്യേകം ഒന്ന് ചെറിയ ഒരു വിഷയം പറയാം. ഇപ്പോ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഭർത്താവ് ഗൾഫിലാണ്, ജിദ്ദയിലോ മക്കത്തോ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളാണ്. ഭാര്യ ഇവിടുന്ന് പോവുകയാണ്. എങ്ങനെ പോണത്? ഇഹ്റാം ചെയ്ത് പോവുകയാണ്. ഇവർ നമുക്ക് കണ്ടിട്ട് ചിലപ്പോ 1 കൊല്ലോ 6 മാസോ 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് ഞാൻ പറയാം. എൻ്റെ പ്രകൃതി നിങ്ങളെ പറഞ്ഞിട്ടില്ല, എന്നെ പറഞ്ഞില്ല. എൻ്റെ പ്രകൃതി അനുസരിച്ച് ഞാൻ പറയാം. കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണണമെങ്കിൽ പിന്നെ ഹജ്ജ് ഉമ്രയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? നമ്മളെ കാര്യം ഉണ്ടാവും. അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. സംഭവിച്ചാൽ വലിയ അപകടമാണ്. അപ്പൊ സ്ത്രീ ബന്ധം പാടില്ല. സ്ത്രീ ബന്ധവും പാടില്ല, മറ്റു ശൃംഗാരങ്ങളും പാടില്ല. വേട്ട മൃഗങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. അതൊന്നും പിന്നെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? മൃഗങ്ങളെ നശിപ്പിക്കാനോ അവിടുത്തെ പിന്നെ മരങ്ങളോ ചെടികളോ നശിപ്പിക്കാനോ അടുത്തുണ്ടാവും. സാധാരണ രീതിയിലുള്ള വസ്ത്രധാരണം, പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. തലയിലും താടിയിലും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മുടിയോ നഖമോ പിന്നെ നീക്കാൻ പാടില്ല. വിവാഹബന്ധം നടത്താൻ പാടില്ല. സ്ത്രീകളുടെ ബന്ധങ്ങളും മറ്റു ശൃംഗാരങ്ങളും പാടില്ല. വേട്ട മൃഗങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ എന്തിനാ ഇഹ്റാം ചെയ്ത്? ഹജ്ജ്. എവിടെ നമ്മൾ ഇഹ്റാം ചെയ്ത്? താമസിക്കുന്ന റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോവാണ്? മിനയിലേക്ക് പോവാണ്. ആ പോകുമ്പോ ഇനി ശ്രദ്ധിച്ചോളൂ, ഇത് മുതലേക്കാണ് നമ്മുടെ ഹജ്ജിന്റെ കർമ്മ ആരംഭിക്കുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ഈ 6 ദിവസം ചെയ്യുന്ന കർമ്മങ്ങളാണെന്ത്? ഹജ്ജ്. അനുഭവം പറയാം. കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയ ആളാണ്. കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇശ നിസ്കരിച്ച ഉടനെ എന്ത് ചെയ്യണം? റെഡി ആയിട്ടുണ്ടോ? എന്നിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇശ നിസ്കാരങ്ങളൊക്കെ റെഡിയായി ഇഹ്റാം ചെയ്ത് റെഡിയായി നിന്നോ വേണ്ടി റൂമിൽ വന്ന് ഞങ്ങൾ വിളിച്ചോളാം, ഉറങ്ങിക്കോളെന്ന് പറഞ്ഞു. റൂമിൽ വന്ന് ഞങ്ങൾ വിളിച്ചോളാം പറഞ്ഞു. ഞങ്ങളൊക്കെ ഉറങ്ങി. സാധാരണ പോലെ സുബഹിന്റെ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് വെള്ളിയാഴ്ചയായിരുന്നു. ഈ പ്രാവശ്യത്തെ
അറഫ ശനിയാഴ്ച, വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് ഞങ്ങൾ എവിടെ എത്തണം? ദൂറിന്റെ സമയത്ത് കണക്ക് പ്രകാരം എവിടെ എത്തണം? മിനയിലെത്തണം. പക്ഷേ ഞങ്ങൾ കാത്തു നിന്ന് ജുമാ നിസ്കരിച്ചത് എവിടെയാണ്? ഞങ്ങളുടെ റൂമിന്റെ മുന്നിലുള്ള പള്ളിയിൽ തന്നെയാണ് ജുമാ നിസ്കരിച്ചത്. കുറെ ആൾ ജുമാക്ക് പോകുന്നതുമില്ല. എന്തേ പോരാഞ്ഞ്? ബസ് വരുമോ എന്ന് മേടിച്ചിട്ട്, മനസ്സിലായോ? പക്ഷേ അവിടെ നിന്നും നമ്മളത് നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾ നിർബന്ധിച്ചാൽ അങ്ങോട്ട് പോകും. നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരോടാണ് പറഞ്ഞത് നമ്മളെന്തായാലും എന്ത് പോവാ? ജുമാക്ക് പോവാ. അതിൽ വെറുതെ വരും. കാരണം ഞങ്ങൾ കുറെ ആൾ ജുമാക്ക് പോയി, കുറെ ആൾ ജുമാക്ക് പോയതുമില്ല. അസർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എവിടെ നിന്ന് പോണത്? വണ്ടി വന്നത്, ബസ് വന്ന് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വർത്താനം ഉണ്ടാകും സാധ്യതകൾ ആലോചിക്കേണ്ടി. എന്തൊക്കെ വർത്താനം ഉണ്ടാവും? ഉറപ്പാണ് വർത്താനം ഉണ്ടാവും. നമ്മളെ കൂടെ പോകുന്ന ഈ ഹജ്ജിന്റെ നമ്മളെ വളണ്ടിയർമാരുണ്ടാവല്ലോ, ആദ്യം വിളിച്ചാൽ അവരെ തെറി പറയാൻ ബാക്കിയൊന്നുമില്ല ചില കാരണവന്മാര്. നമ്മളെ ആളെ പേര് വിളിച്ചു ബഷീർ ചോദിച്ചു, എവിടെ ബഷീറൊക്കെയുള്ളത്? ഞങ്ങളെ കൊണ്ടുള്ള ഉത്തരവാദിത്തം അനക്കല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെ പടച്ചറപ്പേ പറഞ്ഞൊരു വാക്ക്. ഇങ്ങനെ പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. പ്രത്യേകമായി പറഞ്ഞാൽ ഹജ്ജിന് എന്ത് ചെയ്യാൻ പാടില്ല? പരസ്പരം തർക്കിക്കാനോ തമ്മാടിത്തരമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഈ ആളുകൾ ഞാൻ പ്രത്യേകം പറയണം, ഒരു നിലക്കും നമ്മളെ വായിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വാക്ക് പറയാൻ പാടില്ല. അല്ല, അവരൊക്കെ കുടുങ്ങുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വാഹനം ബ്ലോക്കായി കഴിഞ്ഞാൽ, റോഡ് ബ്ലോക്കായി ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും നമ്മൾ ഇപ്പം എവിടേക്ക് പോവാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമ്മളെ കർമ്മമാണ് നമ്മൾ ഇന്ന് കർമ്മമാണ് പറയുന്നത്. അപ്പം നമ്മൾ എവിടേക്ക് പോവാ? മിനയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ജലാലിയിലാണുള്ളത്. ഇനി ഞാൻ സൗകര്യത്തിൽ പറയാം. ജലാലിയ ഉള്ളത് മക്ക, മിന വാഴക്കാട്, മുസ്ദലിഫ ഊർക്കടം, അറഫ കക്കോർ. അങ്ങനെയാണ് നമ്മൾ പോണേ. ഇങ്ങോട്ടുള്ളവര് ഉദാഹരണ സമയങ്ങളാണ്, അങ്ങോട്ടുള്ള അതേപോലെ മനസ്സിലാക്കിക്കോളി. വാവൂര് മിന മനസ്സിലാക്കിക്കോളി, അരീക്കോട് മുസ്ദലിഫ മനസ്സിലാക്കിക്കോളി, ഏകദേശം പമ്പാട് ഏത് മനസ്സിലാക്കിക്കോളി, അറഫ മനസ്സിലാക്കിക്കോളി. അപ്പൊ നമ്മള് എവിടെയൊക്കെ പോണേ? മിനയിലേക്ക് പോയി. മിനയിലേക്ക് പോയാൽ ആ ബോർഡ് കാണല്ലേ? എന്താണ് വായിക്കുന്നത്? ബിദായത്തു മിന. ബിദായത്തു മിന എന്ന് പറഞ്ഞാൽ മിനയുടെ സ്റ്റാർട്ടിങ് എന്നാണ് അർത്ഥം. ഇതേപോലെ നീല കളറുള്ള ബോർഡ് കാണാം. ആ ബോർഡിന്റെ നേരെ പിന്നില് അടുത്ത നിഹായത്തു മിന. എന്താണ് നിഹായത്തു മിന? എന്നാല് മിനയുടെ എൻഡ്, മിനയുടെ അവസാനം. അപ്പോ നമ്മൾ മിനയിലെത്തിയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മളെ ടെന്റ് നമ്മൾ നമ്പർ മനസ്സിലാക്കി വെക്കാം. അങ്ങനെയുള്ള ഒരു ബോർഡ് ഉണ്ടാവും. ഏതിൻ്റെ മുകളിൽ? നമ്മുടെ ടെന്റിന്റെ മുകളിൽ. ആദ്യം നിങ്ങൾ അതൊന്ന് എഴുതി വെക്കണം. അത് നമ്മൾക്ക് തരുന്ന കാർഡിലൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെ പറയാൻ സ്വന്തം നമ്മളുടെ ഒരു ഡയറി ബുക്ക് ഇന്ന് മുതൽക്ക് നിങ്ങളൊരു ബുക്ക് വാങ്ങണം. ഒരു നോട്ട് ബുക്ക്, ഒരു ഡയറി, ഹജ്ജ് സംബന്ധമായ ഇവിടെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. അപ്പൊ അതിന് അവിടെ നിന്ന് എത്തിയ ഉടനെ എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ആ ടെന്റിന്റെ നമ്പർ. ടെന്റിന്റെ നമ്പർ എഴുതി
മിനയിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോ അവിടെ കാണാം നിഹായത്തു മിന. എന്താ കാണേ? നിഹായത്തു മിന. ഇങ്ങോട്ട് നോക്കിയാലും എന്ത് കാണും? നിഹായത്തു മിന എന്ന ബോർഡ് കാണാം. അങ്ങോട്ട് നോക്കിയാൽ ഏത് കാണാം? നിഹായത്തു മിന. അങ്ങോട്ട് നോക്കിയാൽ ഏത് ബോർഡ് കാണാം? നിഹായത്തു മിന. നിങ്ങൾ വിചാരിക്കുന്നത് നാലിലൊക്കെ ബഷീർ മാഷ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ മനസ്സിലാവും. 4 ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്ത് കാണാം? നിഹായത്തു മിന. അതേ സ്ഥാനം നമ്മൾ നോക്കുന്ന സ്ഥലത്ത് കാണുന്നത് ബിദായത്തു മിന എന്നാണ് വിചാരിച്ചോളൂ. എന്താ കാണേ? ബിദായത്തു മിന. അത് ഒരു ഭാഗം നോക്കിയാലേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ടുപോയി ഇറക്കിയത് എവിടെയല്ല? മിനയിലല്ല. അതേ കാണുക. ഇത് മിന. ഇനി ഇതാണ് മുസ്ദലിഫ. ഈ മുസ്ദലിഫ ടെന്റ് മനസ്സിലായോ? അപ്പൊ ടെന്റ് എവിടെയുണ്ട്? മുസ്ദലിഫയും ഉണ്ട്. അപ്പോ മുസ്ദലിഫയിലാണ് ടെന്റ് എങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയല്ല? മിനയല്ല. അതെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കി. അതിപ്പോ പ്രശ്നമില്ല, ഇനി വരാൻ പോകുന്ന കർമ്മങ്ങളിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ മിനയിലെ നമ്മളെ കൊണ്ടുപോയി ഇറക്കാൻ നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്താണ്? ഞാൻ താമസിക്കുന്നത് എവിടെയാണ്? മിനയിലാണ് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പൊ മിനയിൽ ദുൽഹിജ്ജ 8 ളുഹ്റ്, 8ന്റെ ളുഹ്റ്, അസ്ർ, മഗ്രിബ്, ഇശാ, 10ന്റെ സുബ്ഹി, ഈ 5 വക്ത് നിസ്കാരം എവിടെ നിർവഹിക്കലാണ് സുന്നത്ത്? സുന്നത്താണ്. എവിടെ നിർവഹിക്കലാണ് സുന്നത്ത്? മിനയിൽ. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? ഞങ്ങൾക്ക് മിന കിട്ടിയോ? ഞങ്ങൾക്ക് മിന കിട്ടിയോ? ഞങ്ങൾക്ക് എവിടെ കിട്ടിയ ദൂരാസറും റൂമിന്റെ മുന്നിലുള്ള വഴിയിലേക്ക് മനസ്സിലായോ? എന്തേ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, സുന്നത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിഷയം മനസ്സിലാക്കി വെക്കുക. 8ന്റെ ളുഹ്റ്, അസ്ർ, ഇശാ, മഗ്രിബ്, ഇശാ, 9ന്റെ സുബ്ഹി, ഈ 5 വക്ത് നിസ്കാരം എവിടുന്നാണ് നിസ്കരിക്കേണ്ടത്? മിനയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. സാധാ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? സാധാ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കണം. ജമ്മും കസറും അവിടെ പറ്റൂല. പറ്റും എന്ന് പറയുന്ന ആളുകളുണ്ട്, നമുക്ക് പറ്റില്ല. ജമ്മു കസറും പറ്റില്ല, മിനയിൽ പറ്റില്ല. കാരണം എന്താ? നമ്മളിപ്പോ എവിടെ പുറപ്പെട്ടെ? മക്കത്ത് പുറപ്പെട്ടെ. മക്കത്ത് നിന്ന് എത്ര കിലോമീറ്റർ? 132 കിലോമീറ്റർ ദൂരം എനിക്ക് അവിടേക്ക്, മിനയിലേക്ക്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. വിശദമായിട്ട് അടുത്ത ക്ലാസ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ വിശദമായിട്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? മിനയിൽ എങ്ങനെ നിസ്കരിക്കണം? സാധാ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കണം. അത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. ഇന്നത്തെ സുബ്ഹി നിസ്കാരം 9 ജനത്തെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഉദിച്ച് ഒന്ന് വെയിലായതിനു ശേഷം പിന്നെ നമ്മൾ നേരെ പോണ്ടത് എങ്ങട്ടാ? എവിടേക്കാ പോണ്ടത്? അറഫ. മുസ്ദലിഫ വഴിയെ പോവുള്ളൂ. പക്ഷേ മുസ്ദലിഫയിൽ അന്നെന്തില്ല, പരിപാടിയൊന്നുമില്ല. നമ്മൾ എവിടേക്കാ പോണത്? അറഫയിലേക്കാണ് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ രാത്രി തന്നെ റെഡിയാകാൻ വേണ്ടി പറയും. എങ്ങോട്ട് പോകാൻ? അറഫയിലേക്ക് പോകാൻ. അപ്പം പറ്റൂല, സുബൈസ്കരിന്റെ ഇവിടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ലക്ഷ്യമില്ല, നടക്കൂല. എപ്പോഴാണോ അവർ നമ്മളോട് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാം? റെഡിയാകാം.
റെഡിയായി നേരെ 9-ന്റെ അന്ന് അവർ പറയുന്ന സമയം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാണ് അഫ്ദലായ സമയം? 9-ന്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് വെയിൽ അറച്ച് പൊന്തതിന് ശേഷം. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് 9-8 നമ്മൾ എവിടെ താമസിച്ചു? മിനയിൽ താമസിച്ചു. മിനയിൽ താമസിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന വലിയ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഹൈഫ്. ആ മസ്ജിദുൽ ഹൈഫിൽ വെച്ച് ഈ പറയപ്പെട്ട 5 വക്ത് നിസ്കരിക്കലാണ് ഏറ്റവും സുന്നത്ത്. മിനയിൽ നിസ്കരിക്കലാണ് സുന്നത്ത്. പക്ഷേ നടക്കൂല. കാരണം എന്താ? നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളും ഭാര്യമാരും ഒറ്റയ്ക്ക് തടിക്ക് ഒറ്റയ്ക്ക് പോണവർക്ക് നടക്കും. അറഫയിലേക്ക് പോവാണ്. ഇനി ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധിക്കണം. അറഫയിൽ നിൽക്കേണ്ട സമയം തുടങ്ങുന്നത് ദുൽഹിജ്ജ 9-ന്റെ സൂര്യൻ മധ്യത്തിൽ നിന്നും തെറ്റിയത് മുതൽ 10-ന്റെ അന്നത്തെ ഫജ്ർ സ്വാദിക്ക് വെളിവാകുന്നത് വരെ, അതായത് സുബഹി വരെ ഉള്ള സമയത്തിൽ ഒരല്പസമയം എവിടെ നിന്നാൽ മതി? അറഫയിൽ നിന്നാൽ മതി. എത്ര സമയം? കുറഞ്ഞ സമയം. എവിടെ നിന്നാൽ മതി? ഈ അറഫ. ഈ അറഫയിലേക്ക് നമ്മൾ പറയുമ്പോൾ അറഫക്കും ഇതേപോലെ പോകണം. നിലയിൽ ഇങ്ങനെ മുസ്ലിം വഴി ഇങ്ങനെ പോയി എവിടേക്ക് നമ്മള് ഇതെന്താണ് അറഫ. ഈ അറഫയിലും ഇതേപോലെ ഏത് കൂടുന്നത്? ബിദായത്തു അറഫാത്ത്, അറഫയുടെ സ്റ്റാർട്ടിങ്. അതേപോലെ അങ്ങോട്ട് നോക്കിയാൽ നിഹായത്തു അറഫാത്ത്. അപ്പോ ഇതിനും എന്തുണ്ട്? ബോർഡറുണ്ട്. അതും വിദായത്തും നിഹായത്തും ഉണ്ട്. അവിടെ പിന്നെ മിക്കവാറും നമുക്ക് ആ പരിധി തന്നെ ആവുള്ളൂ. വിശാലമായ സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഉണ്ടാവാൻ സാധാരണ ഇല്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? അറഫയിലാണ്. നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. ഈ അറഫയിലേക്ക് നമ്മൾ പോകുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവര് പറയുന്ന ബസ്സിൽ തന്നെ പറയുന്ന സമയത്ത് തന്നെ കൃത്യമായി നമ്മൾ പോകണം. പോവാഞ്ഞാൽ എന്താവും? അറഫയിലും ഇപ്പൊ ടെന്റുണ്ട്. മുമ്പ് അറഫയിൽ ടെന്റില്ലായിരുന്നു. അറഫയിലും ഇപ്പൊ ടെന്റുകളുണ്ട്. ആ ടെന്റിൽ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക? നമ്മളെ ഇറക്കുക. ആ ടെന്റില് എത്താൻ പ്രയാസപ്പെടും. എങ്ങനെയായാലും പറയുന്ന ബസ്സിൽ കയറാൻ പറയുന്ന സമയത്ത് തന്നെ റെഡിയായി പറയുന്ന ബസ്സിൽ തന്നെ എന്ത് ചെയ്തോളണം? കയറിക്കോളണം. അപ്പൊ അറഫയിൽ നിൽക്കേണ്ട സമയം ഇത് നല്ലോണം ശ്രദ്ധിക്കണം. അറഫയിൽ നിൽക്കേണ്ട സമയം എന്ന് പറയും ദുൽഹിജ്ജ 9-ന്റെ ഉച്ച മുതൽ, അതായത് സൂര്യൻ മധ്യത്തിൽ തെറ്റിയത് മുതൽ 10-ന്റെ അന്ന് സുബഹി വരെയുള്ള സമയത്തിനിടയ്ക്ക് അല്പസമയം എവിടെ നിന്നാൽ മതി? അറഫയിൽ നിന്നാൽ എന്ത് കിട്ടി? അറഫ. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിലെ നൃത്തമാണ്. ആ അറഫയിലെ നൃത്തത്തിൽ നിന്നാൽ ആ ആൾക്ക് എന്ത് കിട്ടി? അറഫ കിട്ടി. ഇല്ല, ഹജ്ജ് കിട്ടി. ഇല്ലേ, ആൾക്ക് എന്ത് കിട്ടൂല? ഹജ്ജ് കിട്ടൂല. ഇനി ശ്രദ്ധിച്ചോളൂ. അന്ന് മഗ്‌രിബ് വരെയുള്ള സമയം എവിടെ താമസിക്കണം? അറഫയിൽ തന്നെ നിൽക്കണം. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടുന്ന് തിരിച്ചു പോരണം. ഇതാണ് ഏറ്റവും അഫ്ളലായ രൂപം. അവിടെയും നമുക്കെന്തുണ്ട്? ളുഹറുണ്ട്, അസറുണ്ട്, മഗ്‌രിബുണ്ട്, ഇശായൊക്കെ ഉണ്ട്. നമ്മക്ക് അവിടൊക്കെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ? സാധാ നിസ്കാരം. കാരണം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എവിടുന്നാ പോകുന്നത്? മക്കത്താണ് പോണത്. 132 കിലോമീറ്റർ ദൂരമില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ നമുക്ക് ജമ്മും കസറും പറ്റൂല. ഏറ്റവും ശ്രേഷ്ഠമായ
മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ വാദി നമിറ എന്നാണ് ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര്. എവിടെയൊക്കെ അറഫയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ സ്ഥലത്ത് എന്താ പേര്? വാദി നമിറ. അപ്പൊ കാണാൻ പഠിക്കൊന്നും വേണ്ടല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വാദി നമിറ. ഈ വാദി നമിറയില് പകുതി വാദി നമിറയിലും പകുതി അറഫയിലുമാണ് ഏത് പള്ളി? മസ്ജിദ് ഇബ്രാഹിം എന്ന് പറയുന്ന പള്ളി. ഈ പള്ളിയില് ഇവിടെ അറഫ പ്രസംഗം നടക്കും. ഖുതുബ, അറഫ പ്രസംഗം നമ്മൾ മുമ്പേ ചെറുപ്പത്തിലെ കേൾക്കുന്നതാണ്. അറഫ പ്രസംഗം, ഹജ്ജത്തുൽ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം നടക്കും എവിടുന്ന്? ഈ പള്ളിയിൽ. അപ്പൊ ദുഹർ വരെ, ബാങ്ക് കൊടുക്കുന്നത് വരെ വാദി നിമറയിൽ ഇരിക്കുകയും എന്നിട്ട് ബാങ്ക് കൊടുത്തതിനു ശേഷം അറഫയിലേക്ക് പ്രവേശിച്ച് ഈ പള്ളിയിൽ നടക്കുന്ന ഖുതുബയിൽ പങ്കെടുത്ത് അവിടുന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെയിൽ കൊണ്ട് നിൽക്കണം എന്നാണ്. ഒക്കെ സുന്നത്താണ്. എവിടെ നിൽക്കണം? അറഫയിൽ നിൽക്കണം. ഏത് സമയം വരെ ശ്രേഷ്ഠമായ സമയം? നേരത്തെ പറഞ്ഞില്ലേ, രാത്രി മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം എവിടെ നിൽക്കണം? അറഫയിൽ നിൽക്കണം. രാത്രി ആയതിനു ശേഷം നമുക്ക് എന്തേ പറ്റുള്ളൂ? അവിടെ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചു പോരാൻ പറ്റുള്ളൂ. ഇനി അവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയേണ്ടതുണ്ട്. അവിടെ ഒരാള് ഈ മഗ്‌രിബ് വരെ നിൽക്കുന്നില്ല. ഒരാൾ 100 ബാങ്ക് കൊടുത്തോണ്ട് തന്നെ അറഫയിൽ പോയി നിന്ന് അയാൾ തിരിച്ചു പോകുന്നു ചോദിച്ചോളി, ആ അറഫ കിട്ടും. പക്ഷേ ഒരാടിന് അറക്കൽ സുന്നത്തുണ്ട്. സുന്നത്തുണ്ടോ? സുന്നത്തുണ്ട്. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് തിരിച്ചു പോകുന്നു. ഇനി ഒരാൾക്ക് ആ സമയത്തൊന്നും എത്താൻ പറ്റില്ല. അയാൾക്ക് എപ്പോൾ എത്താൻ പറ്റുള്ളൂ? സുബഹിന്റെ മുമ്പേ എവിടെ എത്താൻ പറ്റുള്ളൂ? അറഫയിൽ എത്താൻ പറ്റുള്ളൂ. അയാൾക്ക് അറഫ കിട്ടും. അവിടെ ഇതേപോലെ ചില വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഏതാ വാദം അറിയാം? മഗ്‌രിബ് വരെ നിർബന്ധമായിട്ടും അവിടെ നിൽക്കണം എന്നുള്ള വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അത് നമുക്ക് ബാധകമല്ല. അതേപോലെ മഗ്‌രിബിന് ശേഷം നിന്നാലും എന്ത് കിട്ടൂല? അറഫ കിട്ടൂല എന്നുള്ള വാദം ചില ആളുകൾക്കുണ്ട്. ആ വാദവും നമുക്ക് ബാധകമല്ല. നമുക്ക് ബാധകമുള്ള വാദം ഏതാ? 9-ന്റെ ഉച്ച തിരിഞ്ഞത് മുതൽ 10-ന്റെ അകത്ത് സുബഹി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് അല്പസമയം അറഫയിൽ നിന്നാൽ അവരെന്ത് കിട്ടും? അറഫ കിട്ടും. അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടും. അറഫ കിട്ടും. അങ്ങനെ നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? ഇപ്പൊ നമ്മൾ അറഫയിലാണ്. മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. നമ്മൾ അവിടെ നിന്ന് ചെയ്തു? മഗ്‌രിബ് നിസ്കരിച്ചു. എന്നിട്ട് അതിൻ്റെ മുമ്പേ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരു പ്രയാസമാണ്. ശരിക്കും തന്നെ ഒരു മര്യാദക്ക് ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. നമ്മളെ ഈ കൊണ്ടുപോണ ഈ ആളുകളില്ലേ, മുത്തവഫ് തന്നെ, അവര് ആശ്രമാകുമ്പോഴേക്കും പറയാൻ തുടങ്ങും. എന്ത് പറയാൻ തുടങ്ങും? ഓനായിട്ട് എറിഞ്ഞോളി ഇങ്ങനെ പറയാൻ തുടങ്ങും. പിന്നെയോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാദക്കാരുണ്ട്. അവർ മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ നിസ്കരിക്കാൻ സമ്മതിക്കില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല? നിസ്കരിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ നിസ്കരിക്കേണ്ടി എവിടുന്നാണ് പറയും? മുസ്ദലിഫിലെന്ന് പറയും. ആ സമയത്തൊക്കെ വല്ലാത്ത മനുഷ്യന്മാരെ കണ്ട് ഒസ്വാസാക്കുന്ന പല ടീമും വരും. നമുക്ക് നല്ല ബോധം വേണം. എന്താണ് ബോധം? മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് മഗ്‌രിബ് നിസ്കാരം എവിടെ നിർവഹിച്ചു പോരണം? അറഫയിൽ നിർവഹിച്ചു പോകാൻ. അല്ലാഞ്ഞാൽ നമുക്ക് അന്ന് മഗ്‌രിബ് നഷ്ടപ്പെടും. പിന്നെ നമുക്ക് മുസ്ദലിഫയിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോഴേക്കും എന്തിൻ്റെ സമയം കഴിയും? മഗ്‌രിബിന്റെ സമയം കഴിയും. അപ്പോൾ നമ്മൾ വിവരമുള്ളവരായിട്ട് കേരളത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാൻ അവസരങ്ങളുണ്ട്, വിവരം പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്. നമ്മൾ വിവരം പഠിക്കാതെ പോകുന്നവരായാൽ നമുക്ക് എന്താവും? അപകടത്തിലേക്ക് വരും. മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എവിടേക്ക് പോകുന്നു? മുസ്ദലിഫയിലേക്ക് പോകുന്നു. ഇനി നമ്മൾ
പറയുന്ന നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഇഹ്റാം ചെയ്യൽ, മീഖാത്ത് വിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്യൽ, മറ്റേ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു അറഫയിൽ നിൽക്കൽ, പഠിച്ചില്ലേ? മറ്റേ നമ്മൾ പഠിച്ചതാണ് എന്ത്? മുസ്ദലിഫയിൽ രാപ്പാർക്കൽ. മനസ്സിലല്ലോ? ഇനി മുസ്ദലിഫ പറയാൻ പോണേ. ഇപ്പൊ നമ്മള് അറഫ, ഈ അറഫയിൽ നമ്മൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോകുന്ന മുസ്ദലിഫക്ക് ഇതേപോലെ ബോർഡിൽ ഏത് ബോർഡ്? വിദായത്ത് മുസ്ദലിഫ, നിഹായത്ത് മുസ്ദലിഫ. ഇതും നല്ലപോലെ മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ വരും. ഞാൻ പറയാം. അങ്ങനെ നമ്മൾ വന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ട സമയം കമ്പ്യൂട്ടർ നല്ലോണം ഇരിക്കണം. മുസ്ദലിഫയിൽ രാപ്പാർക്കേണ്ട സമയം 10-ന്റെ അന്ന് 10-ാം രാവ്, അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ 10-ാം രാവ് അർദ്ധരാത്രിക്ക് ശേഷം സുബഹി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞ സമയം എവിടെ നിന്നാൽ മതി? മുസ്ദലിഫയിൽ കുറഞ്ഞ സമയം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര സമയം ഉണ്ടായാൽ മതി? കുറഞ്ഞ സമയം ഉണ്ടായാൽ. പക്ഷെ അവിടെ കിടന്നുറങ്ങലും സുബഹി വരെ അവിടെ നിൽക്കലും സുബഹി നിസ്കാരം മുസ്ദലിഫയിൽ നിന്ന് കഴിച്ചിട്ട് പോരലുമാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. പക്ഷെ അതൊന്നും നടക്കൂല. നടക്കല് എത്ര മനസ്സിലാക്കി വെക്കുക. എന്താണ്? മുസ്ദലിഫയില് 10-ാം രാവ് അർദ്ധരാത്രിക്ക് ശേഷം സുബഹി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് അല്പസമയം എവിടെ രാപ്പാർക്കണം? കിടന്നുറങ്ങുന്ന അവിടെ ആ മുസ്ദലിഫയിൽ ഉണ്ടായാൽ മതി. പക്ഷെ മുസ്ദലിഫയിൽ ഉണ്ടാവുന്ന കാര്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേ നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം അറിയാം? ഒന്ന്, നമ്മളിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊക്കെ നടന്നതാണ്. എവിടുന്ന്? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടന്നതാണ്. മനസ്സിലായോ? അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ നിന്നിട്ടില്ല, ബസ് കാത്തിട്ടില്ല. ബസ് ഉണ്ടാവും, പക്ഷെ ബസ് കാത്തിക്കാത്തതിന് കാരണം നമുക്കങ്ങനെ പോകാൻ കഴിയും ധൈര്യമുള്ളതുകൊണ്ടാണ്. നേരത്തെ അങ്ങനെ പോകാത്തതിന് കാരണം വെച്ചാൽ മിനയിലുള്ള ടെൻറ്റും അറഫയിലെ ടെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സ്വന്തം നടന്നു പോയാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. തിരിച്ച് നമുക്ക് പോരാൻ കഴിയും എന്നുള്ള ധൈര്യം നമുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഞങ്ങൾ നടന്നു പോകും. പക്ഷെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം ഇവിടെ കിടത്തുമ്പോഴേക്കും ആളുകൾ കത്തുറങ്ങാൻ പോകും. എടുത്തുമ്പോഴേക്കും തന്നെ മുസ്ദലിഫയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കിടന്നുറങ്ങണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മുസ്ദലിഫ് എത്തിന് അവിടെ കിടക്കും. കാരണം നല്ല ക്ഷീണം ഉണ്ടാവും. നമ്മൾ നടന്നു വരികയാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പൊ ആ ക്ഷീണത്തിൽ നമ്മൾ കണ്ട സ്ഥലത്ത് ചെയ്യും അവിടെ കിടക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ഞങ്ങളുടെ ബിൽഡിങ്ങിലുണ്ടായ കുറേ ആളുകൾക്ക് മുസ്ദലിഫ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുസ്ദലിഫ വെക്കാമെന്നില്ല. പിന്നെ ഇറ്റകള് ഇവിടുന്ന് സുബൈ ഭാഗമൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്നിങ്ങനെ വരുമ്പോഴാണ് ഏത് ബോർഡ് കാണുന്നത്? വിദായത്തും കാണാം. വിദായത്തിനാണ് കാണാം. വിദായത്ത് മുസ്ദലിഫ. ആ വിദായത്ത് മുസ്ദലിഫയുടെ ബോർഡ് എവിടെ കാണുന്നത്? വരുമ്പോഴാണ് കാണുന്നത്. അപ്പോഴാണ് ഇരിക്കുന്നത് ബേജാറാണ്. അറഫയിൽ വന്ന് മുസ്ദലിഫയില് വിദായത്ത് മുസ്ദലിഫ എന്നുള്ള ബോധം നമുക്ക് നല്ലപോലെ വേണം. ആ ബോർഡ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? കിടക്കാൻ പാടുള്ളൂ, നിൽക്കാൻ പാടുള്ളൂ. അതിനെ കൊണ്ടാൽ മതി. പക്ഷെ എപ്പോ ആവണം? അർദ്ധരാത്രിക്ക് ശേഷമാണ്, സുബഹിന് മുമ്പുമാണ്. ഈ ബസ്സിൽ കയറി പോകുന്നത് അറഫയിൽ ബസ് കയറി പോന്നാൽ അവർ നേരെ അടിച്ചുകൊണ്ട് പോരും. എവിടേക്ക്? നേരെ കൊണ്ട് പോകും മിനയിലെ തമ്മിലേക്ക്. പോരപ്പോഴായിരിക്കും? അർദ്ധരാത്രി ആകുന്നതിന് മുമ്പ് പോരാ. അപ്പൊ ആളുകൾ മുസ്ദലിഫ കിട്ടുമോ?
മുസ്ദലിഫ കിട്ടില്ല. അപ്പൊ നമുക്ക് ബോധം വേണം, മുസ്ദലിഫയിലൂടെ കടന്നു പോകുമ്പോ എന്തായിട്ടുണ്ട്, അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള ബോധം നമുക്ക് വേണം. അതാണ് മുസ്ദലിഫ. അങ്ങനെ മുസ്ദലിഫയിൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്ത് സുന്നത്തുണ്ട്. 70 കല്ല് അവിടുന്ന് പെറുക്കണം. എത്ര കല്ല് വിശദീകരിച്ച് ഞാൻ പിന്നെ പറയാം. എത്ര കല്ല്? 70. അത് 70, 75 എന്നൊക്കെ പെറുക്കിക്കൊള്ളി വിഷ്കണ്ട. കാരണം ചിലപ്പോ നഷ്ടപ്പെട്ടു പോകും. എത്ര കല്ലാണ് വേണ്ടത്? 70 കല്ലാണ് വേണ്ടത്. 70 കല്ല് പെറുക്കണം. മുസ്ദലിഫയിൽ നിന്ന് പെറുക്കണം. സുന്നത്തുള്ളൂ കേട്ടോ. ഇനി അവിടുന്ന് കല്ല് പെറുക്കാൻ കഴിഞ്ഞ് ബേജാറൊന്നും ആവണ്ട. അതിനൊക്കെ പരിഹാരം വേറെ ആകണ്ടേ. അവിടുന്ന് കല്ല് പെറുക്കലുണ്ട്. സുന്നത്ത്. അതാണ് ഈ ഫോട്ടോയിൽ കാണിച്ചത്. ഇവിടെ ആളുകൾ കടന്നുറങ്ങുന്നു, ഇത് കല്ല് പെറുക്കാണ് ഉണ്ടല്ലോ. അവിടെയും ഈ മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന ഒരു മല, ആ മലയുടെ ചേരിപ്പുറ അതൊരു പള്ളിയുണ്ട്. ആ മഷ്അറുൽ ഹറാമിൽ ഇതേപോലെ സുബഹി നിസ്കാരം മഷ്അറുൽ ഹറാം നിസ്കരിച്ച് ആ മഷ്അറുൽ ഹറാമിന്റെ ആ മലയിലൂടെ കയറി പോകാൻ ഏറ്റവും സുന്നത്തുള്ള രൂപം. ഏതായാലും മുസ്ദലിഫയിൽ പാർക്കേണ്ട സമയം അത് കമ്പ്യൂട്ടറിൽ നല്ലോണം കയറ്റി വെക്കണം. പറയും 10-ാം രാവ് അർദ്ധരാത്രി മുതൽ സുബഹി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് അല്പസമയം എവിടെ നിൽക്കണം? മുസ്ദലിഫയിൽ പാർക്കണം. ദുൽഹിജ്ജ 10-ന്റെ സുബഹി നിസ്കാരം മുസ്ദലിഫയിൽ നിർവഹിച്ച് നമ്മൾ നേരെ മിനയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എവിടേക്കാണ് തിരിച്ചിരുന്നു? മിനയിലേക്ക്. അപ്പൊ എന്തായി? ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10-ന് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, ജംറത്തുൽ അഖബ എറിയുക. ജംറത്തുൽ പറയണം, ഒക്കെ പറയണം. ജംറത്തുൽ അഖബ പ്രത്യേകം പറയണം. ജംറത്തുൽ അഖബയെ എറിയുക. അറവ് നടത്തുക. അത് സുന്നത്താണ്. അറവ്. മുടിയെടുക്കുക. ഫർളായ തവാഫും സഅയും ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ എന്നാ ചെയ്യേണ്ടത്? ദുൽഹിജ്ജ 10-ന് നടക്കൂല. അത് പഠിച്ചു വെക്കലേ നടക്കുള്ളൂ. കാര്യം ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ കഴിയില്ല. ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം പറയാം. നമ്മൾ നേരെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വന്നു. മിനയിലേക്ക് 2 രൂപമുണ്ട്. ഒന്ന്, മിനയിൽ നിന്ന് നമ്മൾ നേരത്തെ പോയ അതേ ടെന്റിലേക്ക് തന്നെ കൊണ്ടുവന്നാണ്. അപ്പൊ 10-ന്റെ അന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പറഞ്ഞോ. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 4 പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ എന്താ ഉസാറിയാത്ത? ജംറത്തുൽ അഖബ എറിയുക. പിന്നെ അറവുണ്ടെങ്കിൽ അറവ് നടത്തുക. മുടിയെടുക്കുക. തവാഫും സഅയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തുതന്നെയാണ്? ദുൽഹിജ്ജ 10-ന്റെ അന്നാണ്. പക്ഷെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അന്ന് എന്താ ചെയ്യാൻ കഴിയുള്ളൂ വെച്ചാല് ടെന്റിൽ വന്നിട്ട് നന്നാക്കി ഉറങ്ങലേ നടക്കുള്ളൂ, റെസ്റ്റ് എടുക്കലേ നടക്കുള്ളൂ. പിന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ സമയമുണ്ട്. ഒന്ന്, ജംറത്തുൽ അഖബയെ എറിയുക. ജംറത്തുൽ അഖബയെ എറിയേണ്ട സമയം ഏറ്റവും
സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അന്ന് വൈകുന്നേരം വരെ അതിൻ്റെ അടുത്ത ശ്രേഷ്ഠമായ സമയം. 13-ന്റെ അന്ന് മഗ്‌രിബ് വരെയുള്ള സമയമുണ്ട്. ദുൽഹിജ്ജ 10-ന്റെ അർദ്ധരാത്രി മുതൽക്ക് സമയം തുടങ്ങും. ഞാൻ ശ്രേഷ്ഠമായ സമയം പറഞ്ഞപ്പോഴാണ് നേരെ പ്രത്യേകിച്ചാണ് പറഞ്ഞേ. പക്ഷെ എവിടെ സമയം തുടങ്ങും? അർദ്ധരാത്രികൾക്ക് സമയം തുടങ്ങും. അത് മുതൽക്ക് ഏത് വരെ വിശാലമായ സമയമുണ്ട്? 13-ന്റെ മഗ്‌രിബ് വരെയുള്ള സമയം ഉണ്ട്. ഏതിന്? ജംറത്തുൽ അഖബയെ എറിയാൻ. ഉദാഹരണത്തിന് ഇപ്പൊ എന്നോട് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളിനോട് പറഞ്ഞു, മാഷെ എൻ്റെ മോളെ കല്യാണം ഉണ്ട് ഇന്ന ദിവസം 11 മണിക്കാണ് നിക്കാഹ്. എത്ര മണിക്കാണ് നിക്കാഹ്? 11 മണിക്ക്. അന്ന് തങ്ങന്മാരും ഉസ്താദ്മാരൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ആ 11 മണിക്ക് വന്നാൽ വലിയ സന്തോഷമാണ്. ആ 11 മണി സമയമാണ് ഞാൻ ഈ പറഞ്ഞ അന്ന് നേരം വെളുത്തത് മുതൽ ഏതുവരെയുള്ള സമയം? ഉച്ച വരെയുള്ള സമയം. ആ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു, നിങ്ങൾ തിരക്കും പ്രയാസമൊക്കെ ആണെങ്കിൽ കാര്യം ചെയ്തോണ്ട് തലേന്ന് രാത്രി ബുർദന്റെ മജ്‌ലിസ് ഉണ്ട്, അപ്പോഴും നിങ്ങൾക്ക് വരാം. മനസ്സിലായോ? അന്ന് വൈകുന്നേരം വരെ പാർട്ടില്ല. അത് നിങ്ങൾക്ക് ഏതുവരെ വരാം? വൈകുന്നേരം വരെ വരാം. പക്ഷെ അന്ന് 2 മണി വരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വരാം. ആ 2 മണി വരെയുള്ള സമയമാണ് ഏത്? ളുഹർ മുതൽ അന്ന് മഗ്‌രിബ് വരെയുള്ള സമയം. രണ്ടാമത്തെ ചാൻസ്. പിന്നെ നേരത്തെ പറഞ്ഞ ബുർദന്റെ സമയവും വൈകുന്നേരം വരെയുള്ള സമയം പോലെയാണ് ഏത്? 10-ന്റെ അന്ന് അർദ്ധരാത്രി മുതൽ ഏത് വരെ? ദുൽഹിജ്ജ 13-ന്റെ മഗ്‌രിബ് വരെ. അപ്പോ അങ്ങനെ ആ സമയത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്താൽ മതി? ജംറത്തുൽ അഖബയെ എറിഞ്ഞാൽ മതി. ജംറത്തുൽ അഖബ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ അറഫയിൽ വന്നു, മുസ്ദലിഫയിലൂടെ വന്ന് മിനയിൽ വന്ന്, മിനയില് ഇതൊക്കെ മിനകളൊക്കെ ടെന്റുകളാണ്. ഈ സ്ഥലത്തൊക്കെ ടെന്റാണ്. ഈ ഭാഗത്താണ് എന്തുള്ളത്? ജംറകൾ. അത് നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്ന ജംറത്തുൽ ഊല ആദ്യം കാണുന്നത്, രണ്ടാമത്തെ ജംറത്തുൽ വുസ്ത, മൂന്നാമത്തെ ജംറത്തുൽ അഖബ. ഇതൊക്കെ എവിടെയാണ്? ഈ അറ്റത്താണ്. ഏതറ്റത്ത്? മക്കയുടെ ആ ഭാഗത്താണ് ഏതുള്ളത്? ഈ 3 ജംറകളുള്ളത്. ആ ജംറകളിൽ ഏത് ജംറയാണ്? അങ്ങേ അറ്റത്തുള്ള ജംറയാണ് ഏത്? ജംറത്തുൽ അഖബ. ആ ജംറത്തുൽ അഖബയാണ് എന്ത് ചെയ്യേണ്ടത്? 10-ന്റെ അന്ന് എറിയേണ്ടത്. നല്ല മനസ്സിലായിട്ടാണ് വരുന്നത്. ജംറത്തുൽ അഖബയെ എറിയുക. ആ ജംറത്തുൽ അഖബയെ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുടി കളയാം. മുടി എന്ത് ചെയ്യാം? മുടി കളയാം. പുരുഷന്മാർക്ക് മുടി മുഴുവനായിട്ടും കളയലാണ് സുന്നത്ത്. മുടി മുഴുവനായിട്ടും കളയലാണ് സുന്നത്ത്. 3 മുടി മുറിക്കുകയോ പറിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെയ്താൽ മതി. സ്ത്രീകൾക്ക് മുടി മുഴുവനും ഇങ്ങനെ തൂക്കിയിട്ട് അതിൽ അതായത് കുറഞ്ഞ ഭാഗം എന്ത് ചെയ്താൽ മതി? വെട്ടി കളഞ്ഞാൽ മതി. അതും അന്യ പുരുഷന്മാർ കാണുന്ന സ്ഥലത്ത് ചെയ്യാത്ത രീതിയിൽ ചെയ്യാം. ഇത് ഹജ്ജിൻ്റെതാണ് പറഞ്ഞത് കേട്ടോ. പ്രത്യേക ശ്രദ്ധ വേണം. ജംറത്തുൽ അഖബയെ എറിഞ്ഞു, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? മുടി കളഞ്ഞു. ആ മുടി കളയോട് കൂടി എന്ത് ചെയ്തു? നമുക്ക് എന്ത് ചെയ്യാം? 1-ാം തഹല്ലുൽ എന്ന് പറയും. അതായത് ഹജ്ജിൽ നിന്ന് നമ്മൾ വിരാമം കുറിച്ചു. ജംറത്തുൽ അഖബയെ എറിഞ്ഞു,
മുടി നീക്കി ഇനി നമ്മൾ സാധാരണത്തെ പോലുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റുക, സുഗന്ധം ഉപയോഗിക്കുക, ഒക്കെ സുന്നത്താണ്. രണ്ട് കാര്യം മാത്രം ആയിട്ടില്ല. ഒന്ന്, സ്ത്രീ ബന്ധത്തിന് സമയമായിട്ടില്ല, നിക്കാഹ് ബന്ധങ്ങൾ നടത്താനുള്ള സമയമായിട്ടില്ല. നിക്കാഹ് ചെയ്യാനോ ചെയ്തു കൊടുക്കാനോ സമയമായിട്ടില്ല. പിന്നെ ഏതൊരു സമയമായിട്ടില്ല? സ്ത്രീ ബന്ധത്തിനും സമയമായിട്ടില്ല. അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായി? ഹലാലായി. മനസ്സിലായോ? തലയിൽ തുമ്പിയിരിക്കാം, സാധാരണ ഡ്രസ്സ് ധരിക്കാം, സ്ത്രീകൾക്ക് കയ്യുറ ധരിക്കാം, മുഖം മറക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഹജ്ജിന് രണ്ട് തഹല്ലുണ്ട്, രണ്ട് വിരാമമുണ്ട്. അതിൽ ഒന്നാമത്തെ വിരാമമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കിയുണ്ട്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ബാക്കിയുണ്ടെന്ന് തവാഫുണ്ട്, സഅയും ബാക്കിയുണ്ട്. അതോടുകൂടി എന്താവുള്ളൂ? ഹജ്ജ് പൂർത്തിയാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരാം. വരുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ഹജ്ജിന് ഒരുങ്ങിയ ആളുകളാണ്. ഹജ്ജിന് ഒരുങ്ങിയ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട അതിനിടയ്ക്കൊന്നും ചോദ്യം ചോദിച്ചിരുന്നു, കുട ചൂടാൻ പറ്റൂലേ? തല മറക്കാൻ പറ്റാൻ നമ്മൾ പറഞ്ഞില്ലല്ലോ. കുട ചൂടാൻ പറ്റുമോ? കുട ചൂടാൻ മനസ്സിലായോ? അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ തുണിയോ മറ്റോ ഒക്കെ പിടിക്കാൻ പറ്റും. തല മറക്കുക എന്ന നിലക്ക് തൊപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെ തലകെട്ട് കാര്യങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലും പറഞ്ഞ് ഹജ്ജിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുമായി ഏതെങ്കിലും രീതിയിൽ ഇടപാടുകളുള്ള, അതായത് മനുഷ്യരായിട്ട് ഇടപാടുകളുണ്ടാവും. നമ്മുടെ അയൽവാസികൾ, കുടുംബങ്ങൾ, ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മളൊന്ന് പൊരുത്തപ്പെടിക്കൽ ഈ വിഷയത്തിൽ നിർബന്ധമാണ്. പൊരുത്തപ്പെടിക്കണം. ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ പൊതുരംഗത്തുള്ള ആളുകളാണ്, നമ്മളൊക്കെ അഡ്വാൻസായിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്ത ആളുകളാണ്. നമ്മളെല്ലാവരും ആ ഒരു മൈൻഡിലെത്തണം. ഏത് മൈൻഡിൽ ഒരാളോട് ഇരിക്കുന്നില്ല, ഒരു ഉറപ്പില്ല, ഒരാളും എന്നോട് എന്ത് ചെയ്യേണ്ടിയില്ല, പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ എന്ത് ചെയ്തു പറയും, പൊരുത്തപ്പെട്ടു കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ചില മനുഷ്യന്മാരുണ്ടാവും. എങ്ങനെ? അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെടുത്ത് നമ്മൾ പോയി ചിലപ്പോൾ 1, 2, 3, 4 പ്രാവശ്യം കൊണ്ടുവരും. നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോവണം, പൊരുത്തപ്പെടിക്കണം. ഹക്കിടപാടുകൾ എന്തുണ്ടെങ്കിലും നമ്മളത് കൊടുത്തു തീർക്കണം. ഇല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട്, ഹജ്ജിന് പോയി വന്നിട്ട് അതിൻ്റെ പൈസ ഞാൻ തരാം. ചിലപ്പോൾ ചില കച്ചവടക്കാരൊക്കെ ഉണ്ടോ അങ്ങനെ, ഞാൻ തരാം എന്ന് പറഞ്ഞ് അവരോട് നിർബന്ധമായും സമ്മതമെങ്കിലും വാങ്ങണം. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായുള്ള ഇടപാടുകളാണെങ്കിലും പിന്നെ മനുഷ്യരുമായിട്ടുള്ള ഹക്കിടപാടുകൾ മറ്റുള്ളതാണെങ്കിലും അത് നമ്മൾ തീർക്കണം. തീർക്കാതെ നമ്മൾ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ഹജ്ജിന് പോയാൽ നമ്മൾ ഹജ്ജ് എന്താവില്ല? ഹജ്ജ് അല്ലാഹുവിന്റെ അടുക്കൽ മബ്റൂറായ ഹജ്ജാവില്ല. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നah. മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ അതിൻ്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹജ്ജ് എന്താകണം? മബ്റൂറായ ഹജ്ജാവണം. മബ്റൂറായ ഹജ്ജാണെങ്കിൽ ഹജ്ജിൽ തെറ്റുകൾ വരാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുമ്പ് ചെയ്യേണ്ട ബാധ്യതകളൊക്കെ ചെയ്തു തീർക്കണം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ ബാധ്യതകളുണ്ട്.
ഇസ്ലാം കാര്യങ്ങൾ ഒന്നാമത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്തുൽ തൗഹീദിൽ നമ്മൾ വിശ്വസിക്കുകയും നാവുകൊണ്ട് വെളിവാക്കി പറയുകയും വേണം. അത് ചെയ്ത ആളുകളൊക്കെ. രണ്ടാമത്തെ അള്ളാഹുമായിട്ടുള്ള ബാധ്യതയാണ് നിസ്കാരം. നിസ്കാരം ഖളാ ഉള്ള ആളുകൾ ഖളാ വീട്ടണം. എന്താ പറഞ്ഞേ? നിസ്കാരം ഖളാ ആളുകൾ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, 15 വയസ്സ് എനിക്ക് പൂർത്തിയാകാൻ 15 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാൻ പറഞ്ഞ ആ നിബന്ധനകൾ ഉണ്ടാവുകയോ ചെയ്താൽ അന്നു മുതൽ നമുക്ക് എന്തായി? 5 വക്ത നിസ്കാരം ഫർളായി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 5 വക്ത നിസ്കാരം നമ്മൾ മിസ്സാക്കി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഖളാ ആണ്. ആ ഖളാ ഒക്കെ വീട്ടണം. പണിയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ മുടക്കി അവിടെ പോയി ഹജ്ജ് ചെയ്തിട്ട് വന്നാൽ എല്ലാ ബാധ്യതയും തീർന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഫർള് നിസ്കാരങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങൾ മുഴുവനും ഖളാ വീട്ടണം. ഒരാൾക്ക് എണ്ണം കൊടുത്തില്ല, എന്നാലും ഏകദേശം സുമാറ് കണക്കാക്കിയിട്ട് നമ്മൾ ആ നിസ്കാരങ്ങൾ ഖളാ വീട്ടണം. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മെൻസസ് പീരീഡ് സമയത്ത് നിങ്ങൾക്ക് മെൻസസ് തീരുന്നത് അസ്റിന്റെ സമയത്താണെങ്കിൽ വിചാരിച്ചോളൂ. ഉദാഹരണം പറഞ്ഞാൽ 5 മണിക്കോ 6 മണിക്കോ ആണ്. ആ 6 മണിക്ക് നിങ്ങളുടെ മെൻസസ് പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ ളുഹ്റും നിസ്കരിക്കണം. ഏത് നിസ്കരിക്കണം? അസ്ർ നിസ്കരിക്കണം. അതേപോലെ നിങ്ങളുടെ സുബഹിന്റെ തൊട്ട് മുമ്പാണ് നിങ്ങൾക്ക് മെൻസസ് തീരുന്നതെങ്കിൽ നിങ്ങൾ ഏത് നിസ്കരിക്കണം? മഗ്രിബും നിസ്കരിക്കണം, ഇശാവും നിസ്കരിക്കണം. അത് പഴയ കാലത്തൊക്കെ വിവരമില്ലാതെ കുറെ അങ്ങനെ സംഭവിച്ചു പോയവരുണ്ടാകാം. അതേപോലെ മെൻസസ് 6 മണിക്ക് മാറിയാലും നമ്മൾ എപ്പോഴേ കുളിക്കുള്ളൂ? പിറ്റേന്ന് രാവിലെ കുളിക്കുന്ന സമയത്തേ കുളിക്കുള്ളൂ. അല്ലേ സംഘടിച്ചത്? എപ്പോഴേ കുളിക്കുള്ളൂ? നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കുളിക്കുള്ളൂ. അതിന്റെ മുമ്പ് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും ഒരു 4 മണിക്ക് മെൻസസ് നിന്നിട്ടുണ്ടാവും. ളുഹ്റ്, അസ്റ്, മഗ്രിബ്, ഇശാഅ്, ആ സുബഹി, ഇതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ട ഖളാകളാണ്. അതേപോലെ ഓരോരുത്തരും മനസ്സിലിങ്ങനെ വിചാരിച്ചു നോക്കി, പഠിച്ചോനെ അപ്പൊ കുറച്ച് പണിയാണ്. മബ്രൂറായ ഹജ്ജ് ചെയ്യണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള പടപ്പുകളായിട്ടുള്ള ബാധ്യത വീട്ടണം. നമ്മുടെ ജീവിതത്തിലെ ഹക്കുകൾ നമ്മൾ വീട്ടണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹക്കാണത് നിസ്കാരങ്ങൾ. ഖളാ വീട്ടൽ നമുക്കൊക്കെ നിർബന്ധമാണ്. രണ്ടാമത്തത് നമുക്ക് നിർബന്ധമായ ഒരു കാര്യമാണ് നോമ്പ്. നോമ്പ് നമ്മളെല്ലാവരും നോൽക്കുന്നവരാണ്. എങ്കിലും നമ്മളൊരു 25 വയസ്സായതിനു ശേഷമാണ് നമുക്ക് ബോധം വന്നത്. ഏത് ബോധം വന്നത്? നോമ്പൊക്കെ നോക്കണമെന്ന് ബോധം വന്നത്. അതിന്റെ മുമ്പുള്ള നോമ്പൊക്കെ നമുക്ക് എന്തുണ്ട്? ഫർളാണ്. ആ ഫർള് നോമ്പുകളൊക്കെ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. ഖളാ വീട്ടിയാൽ മാത്രം പോരാ. നോമ്പിന്റെ വിഷയത്തിൽ വേറെ പ്രശ്നമുണ്ട്. നോമ്പിന്റെ വിഷയത്തിൽ ഈ വർഷം എനിക്ക് നോമ്പ് ഖളായി, അടുത്ത വർഷം റമദാനിന്റെ മുമ്പ് ഞാൻ ആ നോമ്പ് നോറ്റ് വീട്ടണം. അടുത്ത ക്ലാസ്സിൽ ആള് പറയും, ബഷീർ മാഷ അടുത്ത ക്ലാസ്സിൽ ആളെന്നല്ല. എന്ത് കാരണം? കുറച്ച് പണിയാണ് ഇപ്പോൾ ഏൽപ്പിക്കണത്. ഇങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ പോയാൽ എന്താവും? സംഗതി പണിയാവും. പക്ഷെ പറഞ്ഞ കാര്യം നമുക്ക് പറയേണ്ടത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറയണം. ആദ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തണം പഠിച്ച കാര്യങ്ങൾ. എന്നിട്ടെന്ത് വേണം? അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കല് ആരുടെ ബാധ്യതയാണ്?
നമ്മളെ മതം എൻ്റെ സാസിന് അഹ്സനിമാരുണ്ട്, സഹദിമാരുണ്ട്, സക്കാഫികളുണ്ട്. ഞാൻ പറയുന്നതിൽ എല്ലാത്ത സമയത്തൊക്കെ ഇടപെടും ഇൻഷാ അല്ലാഹ്. അപ്പം എന്തിനാ പറഞ്ഞ് നിസ്കാരത്തിന് കഴിഞ്ഞ് നമ്മളെവിടെ പോയിരുന്നു? നോമ്പ് കഥ അവിടെ പോയിരുന്നു. മുദ്ദുബലികൾ പറഞ്ഞിട്ടില്ല, മുദ്ദലിക്കിന്റെ വിലയാണ്. അതായത് ഈ ഈ റമദാനിന് എനിക്ക് നോമ്പ് കലായി പോയി. അടുത്ത റമദാനിന് മുമ്പായിട്ട് കാരണത്തോടു കൂടി കലായി പോയതാണെങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? കലാ കിട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഉടനെ കലാ കിട്ടണം. കാരണത്തോടു കൂടിയാണെങ്കിൽ അടുത്ത റമദാന് മുമ്പ് കലാ കിട്ടിയാൽ മതി. ആ റമദാനം വിട്ട് പിന്തിച്ചാൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം എന്ത് ചെയ്യണം? മുദ്ദ് കൊടുക്കണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ അളവ് 650 ഗ്രാമാണ്. 700 ഗ്രാം വരെ വേണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഒരു 650 ഗ്രാം അരിയെങ്കിലും ഓരോ നോമ്പിനും എന്ത് ചെയ്യണം? മുദ്ദ് കൊടുക്കണം. അപ്പോ ബഷീർ 15 വയസ്സായി. ബഷീർ നോമ്പ് കൊടുക്കാൻ തുടങ്ങി എത്ര മുതൽക്കാ? 25 മുതൽ. 10 കൊല്ലത്തെ നോമ്പ് ബഷീറിനുണ്ട്. എത്ര കൊല്ലത്തെ നോമ്പുണ്ട്? 10 കൊല്ലത്തെ. ശ്രദ്ധിക്കണേ. ആ 10 കൊല്ലത്തെ നോമ്പിന് ആദ്യത്തെ നോമ്പിന് ഇതൊക്കെ കളവ് വിടണം. ഈ 10 കൊല്ലത്തെ നോമ്പ് ഞാൻ കളവ് വിടണം. അപ്പൊ ഹജ്ജിന് പോയിട്ട് നടക്കൂലല്ലോ. ഹജ്ജിന് പോയപ്പോൾ കയ്യിലോടത്തോളം ചെയ്യാം, ബാക്കിയുള്ളത് പിന്നെ ചെയ്യാൻ മനസ്സിലാക്കില്ല. പക്ഷെ എന്നാലും പറയാം. പക്ഷെ ഞാൻ ആദ്യത്തെ നോമ്പില്ലേ 15ാമത്തെ വയസ്സിലെ നോമ്പ് ഞാൻ എന്താണോ കലാവ് കൊണ്ട് അന്ന് വരെ ഉള്ള 10 കൊല്ലമായിരുന്നെങ്കിൽ ഒരു നോമ്പിന് 10 മുദ്ദ് വീതം കൊടുക്കണം. അങ്ങനെ ഇരുന്നാണ് കണക്കൂട്ടിയൊക്കെ ഉണ്ട്. കജിലവല KU എന്ന് പറഞ്ഞാൽ നമ്മുടെ സദസ്സിലൊരു ഒരാളുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വാപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞ, എൻ്റെ ഭാര്യയുടെ അടുത്താണ് അവരുടെ വീട്. അവരുടെ ഉപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണോ ശരിയില്ലെന്ന് മൂപ്പര് പറയും. മൂപ്പര് വാപ്പ ഇതേപോലെ മുമ്പത്തെ കാലത്ത് ഖളാ ആയ നോമ്പിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ 10 കണക്കിന് അരി കൊണ്ടുവന്ന് വിതരണം ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അത് നിങ്ങൾ പറഞ്ഞാൽ പല നോമ്പ് ഒരുപാട് കഥാറുണ്ട്. ഞാൻ നാട്ടിലാണ് നമുക്കാണ് കൊടുത്തത്. അത് കണക്കൂടി ഓരോ കൊല്ലത്തിനും ഓരോ ദിവസങ്ങളും പിറ്റത്തെ കൊല്ലാൻ പറ്റും. എപ്പോഴോ അത് വലിയ കഥയായിട്ടില്ല. അങ്ങനെ ഒരു 3 തന്നെ അരി മറ്റേ അപ്പം കുറയുള്ളത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവരും സുമാറുകളായിട്ട് കണക്കൂട്ടി ഇങ്ങനെ അതും അന്ധകാലത്ത് ഒപ്പം ജോലിക്ക് പോകണം. അന്നതിനെ പറ്റി എഴുതിനെ അത്ര അറിയില്ല. അത് ഇവരത്തെ ചൂട്ടിലേക്കും മറ്റും പോയിട്ടാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. അതിനെപ്പറ്റി അറിയില്ല. കുറേ 20 വയസ്സായപ്പോഴാണ് കിട്ടിയത് ബോധം ചെറുകാലത്തൊക്കെ മനസ്സിലാക്കും. അങ്ങനെ 12 സ്ഥലമൊക്കെ വിറ്റ് ആ കടം വീട്ടിൽ പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ? അതായത് മൂപ്പര് എൻ്റെ ഭാര്യയുടെ തൊട്ടടുത്താണ്. അത് നമ്മൾ കേട്ടാലേ പഠിക്കണം. അപ്പോൾ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ഭാര്യയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ജീവിതത്തിൽ പണിക്ക് പോണ കാലഘട്ടത്തിൽ നോമ്പ് കളായി പോയിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിനെ കുറിച്ച് ബോധം വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് സ്വന്തം പറമ്പ് വെച്ചിട്ട് ആ മുത്ത് കൊടുത്ത് കളാ കൂട്ടി. പിന്നെ രണ്ടാളും ഇയാൾ മുമ്പ് അടിയനും മരിഭാഗം നല്ലോണം നോക്കുന്ന മനുഷ്യന്മാരാണ്. ഓര് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. ആ നിലക്ക് ആര് കളാവ് കിട്ടി? KUവിൻ്റെ ഉപ്പ മുദ്ദ് കൊടുത്ത് കളാവ് കിട്ടി. അപ്പം മുദ്ദ് കൊടുക്കണം. മനസ്സിലായോ? നമ്മളെ പറമ്പ് തൊടാൻ പറ്റില്ല. നമുക്കൊക്കെ അത്യാവശ്യമൊക്കെ പറമ്പുണ്ടേ. ഇല്ലെങ്കിൽ ഇന്ന പോലത്തെ ആളുകളിൽ സർവീസ് പിന്നെ കുറേ ആളുകളിൽ ഉണ്ടാവും. സർവീസിൻ്റെ ആളുകളൊക്കെ ഹജ്ജിന് പോകും. പക്ഷേ 10-30 ലക്ഷം രൂപ എന്തുണ്ടാവും? കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ചിലവാക്കൂല.
ഹജ്ജിനോട് പോകും, പറ്റില്ല. നോമ്പ് കലാവ് വീട്ടേണ്ടത്, കലാവ് വീട്ടും വേണം. മുദ്ദ് കൊടുക്കേണ്ടത് മുദ്ദ് കൊടുക്കും വേണം. അത് എന്താണ്? ബാധ്യതപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. വേണ്ടേ? വേണ്ടേ? അതല്ലേ ആണ്. ആ നീ ചെറുപ്പള്ളി സക്കാത്ത്. സക്കാത്ത് ഹജ്ജിന്റെ മുമ്പുള്ള ഫർള. സക്കാത്ത് കൊടുക്കൽ അതിൻ്റെ ആ നിസാബ് എന്ന് പറയും. ആ കണക്കനുസരിച്ച് പൈസ ഉള്ളവന് സക്കാത്ത് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. ഇനി നിസാബ് എന്നുള്ള നിങ്ങളെ ഉസ്താദോട് ചോദിച്ചാൽ മതി. നമ്മളിവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്താണ്. അങ്ങനെ സർവീസിന് പിരിയുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ ഏടാക്കൂടുണ്ട്, സക്കാത്തും പലിശയും ഇങ്ങനെ വിഷയങ്ങളൊക്കെ. ഞാനിവിടെ കോടമ്പുഴ ബാബുസ്ഥാനിലേക്ക് പോയി ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ ചെയ്തു. ചെയ്യാഞ്ഞാലേ നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. നമ്മളെ ബാക്ക് എന്താണെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ നമ്മളെ പുറത്തൊന്നും കാര്യമുണ്ടാവില്ല. അപ്പൊ സക്കാത്ത് എന്നുള്ളത് ഓരോ സക്കാത്തൊക്കെ വലിയ പണിയാണ്. എത്ര മുതലാളിമാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നിങ്ങൾ ആലോചിക്കരുത്, സക്കാത്ത് മനുഷ്യന്മാർ മര്യാദ കൊടുത്താലേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പോ ഇടവണ്ണപ്പാറയിലും അതേപോലെ മാവൂരും ഒക്കെ ഉള്ള ടെക്സ്റ്റൈൽസുകാരും അതേപോലെ വലിയ വലിയ പീഡിയക്കാരൊക്കെ അവർ ശരിക്കും കണക്കെടുത്തിട്ടേ സക്കാത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ സക്കാത്ത് കൊടുക്കാണ്ടാവും? അത് നിർബന്ധമാണ്. ആ സക്കാത്ത് ബാധ്യത വീട്ടാതെ നമ്മൾ ഹജ്ജിനായിട്ട് പോയതൊന്നുമില്ല, കാര്യമില്ല. അപ്പൊ നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെ തുടങ്ങിയുള്ള ബാധ്യതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതേപോലെ എന്നെ പോലത്തെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് നമ്മളെ സർവീസിൽ ഒരുപാട് പലിശ പണം ഉണ്ടാവും. നമ്മൾ PF, അതേപോലെ GIS, SLA അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ പലിശ പണമുണ്ട്. ആ പലിശ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പലിശ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആ പൈസ എടുത്തിട്ട് നമ്മൾ അച്ഛന് വേണ്ടി കാര്യമില്ല. അച്ഛന് പോണ പൈസ എന്താവണം? നന്നാവണം. ഇപ്പോൾ ഇദ്ദേഹം ഉപര ഭാര്യ ഞാൻ കൂടെ പഠിച്ച ആളുകളാണ്. ഭാര്യ ഇപ്പോൾ സർവീസിന് ടീച്ചറായി പിരിഞ്ഞാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ മുന്നിൽ സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പിരിയുള്ളൂ അല്ലേ? ഒരു ദിവസം ഞങ്ങളെ മുന്നിൽ സംസാരിച്ചപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഒരു നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ഇടപാടുകൾ ഉണ്ടാവും, ക്ലിയർ ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ ആളുണ്ടെങ്കിലും നമ്മൾ പറയേണ്ടത് എന്ത് ചെയ്തു? നമ്മളെ ബാധ്യത നമ്മൾ നിർവഹിച്ചു. അള്ളാഹു സാക്ഷി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എന്ത്? ഞാൻ എത്തിച്ചേർന്ന കാര്യം ഞാൻ എത്തിച്ചു തന്നു, അതിനാര് സാക്ഷി? അള്ളാഹു സാക്ഷി. അതേപോലെ നമ്മൾ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു, അള്ളാഹു തആല സാക്ഷി. പരമാവധി കഴിവിൻ്റെ പരമാവധി നല്ല നിലയ്ക്ക് വിഷയങ്ങളൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവല്ല വലുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുനിയാവല്ല വലുത്. ദുനിയാവ് എപ്പോഴും തീരും. ദുനിയാവ് തീർന്നിട്ട് നമുക്ക് നാളെ ആഖിറം വിജയിച്ച് കിട്ടണം. നമ്മളെ ഖബറിലുള്ള ശിക്ഷ പ്രയാസങ്ങൾ നമുക്ക് ഇളവ് കിട്ടണം. നമുക്ക് മഹ്ശറിൽ രക്ഷപ്പെടണം. അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരമ നന്നാക്കി പഠിക്കുകയും പഠിച്ചതനുസരിച്ച് നമ്മൾ അമല് ചെയ്യുകയും ആ അമലുകളിൽ നമുക്കെന്തെങ്കിലും പോരായ്മകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് പടച്ചിറപ്പിനോട് തൗബ ചെയ്യുകയും ചെയ്യുക. ആ തൗബയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തൗബയാണിത്, ഹജ്ജ്. കാരണം നമ്മൾ ദോഷങ്ങളൊക്കെ പൊറപ്പിച്ച് നേരത്തെ കൊണ്ട് പറഞ്ഞല്ലോ, കയോമി വലദത്ത് ഉമ്മ. അവൻ്റെ ഉമ്മ എങ്ങനെയാണോ ഉമ്മ പ്രസവിക്കപ്പെട്ട ആ ദിവസം പോലെ ആരായിത്തീരും?
ഹജ്ജ് ചെയ്ത ആളായിത്തീരും. അതിനെന്ത് വേണം? ആദ്യത്തെ നമ്മുടെ ബാധ്യതകളൊക്കെ നിർവഹിക്കപ്പെട്ടവരാവണം. 10ൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. 4 കാര്യങ്ങൾ ചെയ്യാൻ. 1 സുന്നത്താണ്, 3 എന്താണ്? വാജിബാത്തുകളായിട്ടും പിന്നെ റുക്കനുകളായിട്ടും ഉള്ള കാര്യങ്ങളാണ്. 1 മുടിയെടുക്കൽ റുക്കനിൽ പെട്ടതാണ്. ജംറത്തുൽ അഖബ ഏതിൽപ്പെട്ടതാണ്? ഏതിൽപ്പെട്ടതാണ്? വാജിബാത്തപ്പെട്ടതാണ്. ജംറകളേറിയ 11ൻ്റെ രാവ്, 12ൻ്റെ രാവ്, 13ൻ്റെ രാവ്, ഈ 3 രാത്രികളിലും നമ്മൾ എവിടെ താമസിക്കണം? മിനയിൽ രാപ്പാർക്കണം. മിനയിൽ രാപ്പാർക്കണം. അവിടെ നേരത്തെ നമ്മൾ മുസ്തലിഫിൽ എത്ര സമയം രാപ്പാർക്കേണ്ടി പറഞ്ഞില്ലേ? എത്ര സമയം പറഞ്ഞില്ലേ? അർദ്ധരാത്രിക്ക് ശേഷം കുറഞ്ഞ സമയം, സുബഹിന്റെ മുമ്പായിട്ട് കുറഞ്ഞ സമയം. പക്ഷേ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് രാത്രിയുടെ പകുതിയിൽ കൂടുതൽ സമയം എവിടെ വേണം? മിനയിൽ വേണം. രാത്രിയുടെ പകുതിയിൽ കൂടുതൽ സമയം മിനയിൽ വേണം. ഏതൊക്കെ രാത്രി? ഓർമ്മയുണ്ടോ? ചിലർക്ക് ഓർമ്മയുണ്ടല്ലോ. 11ൻ്റെ രാവ്, 12ൻ്റെ രാവ്, 13ൻ്റെ രാവ്. ഈ 3 രാത്രികളിലും നമ്മൾ എവിടെ വേണം? മിനയിൽ വേണം. 13ൻ്റെ രാവ് ഒഴിവാക്കാം ഒരു വിഭാഗം ആളുകൾക്ക്. ആർക്കാന്നറിയാം? 12ൻ്റെ മഗ്‌രിബിന്റെ മുമ്പായിട്ട് 12 ശ്രദ്ധിക്കണം. 12ൻ്റെ മഗ്‌രിബിന്റെ മുമ്പായിട്ട് മിനയുടെ അതിർത്തി വിട്ട് കിടക്കണം. അതായത് മിനയിൽ നിന്ന് പോന്നോളണം. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? 13ൻ്റെ രാവ് അവിടെ താമസിക്കണം എന്നില്ല. 11ൻ്റെ രാവും 12ൻ്റെ രാവും 13ൻ്റെ രാവും എവിടെ താമസിക്കണം? മിനയിൽ രാപ്പാർക്കണം. 13ൻ്റെ രാവ് രാപ്പാർക്കേണ്ടതില്ല. ആർക്ക്? 12ൻ്റെ അന്ന് മഗ്‌രിബിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യണം? മിനയിൽ നിന്ന് പോന്നോളണം. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അവിടെ രാപ്പാർക്കേണ്ടതില്ല. ഇനി ശ്രദ്ധിച്ചു, 11ൻ്റെ അന്ന് പകൽ ളുഹ്ർ മുതൽ സമയം നല്ല ശ്രദ്ധിക്കണം. ഏതാണ് സമയം? ളുഹ്ർ മുതൽ 11ൻ്റെ ഉച്ചക്ക് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ 13ൻ്റെ നീണ്ടു നിൽക്കുന്ന സമയം. ആ സമയത്തിൻ്റെ ഇടയ്ക്ക് 3 ജംറകളെ എറിയണം. എവിടെ എറിയേണ്ടത്? 3 ജംറകളെ. സമയം പറഞ്ഞാൽ 11ൻ്റെ ഉച്ച തിരിഞ്ഞത് മുതൽ ഏതുവരെ വിശാലമായ സമയമുണ്ട്? 13ൻ്റെ അന്ന് മഗ്‌രിബ് വരെയുള്ള സമയമുണ്ട്. പക്ഷെ ശ്രേഷ്ഠമായ സമയം അന്ന് മഗ്‌രിബ് വരെയാണ്. എന്ന് മഗ്‌രിബ് വരെ? 11ൻ്റെ അന്ന് മഗ്‌രിബ് വരെ. ഞാൻ നേരത്തെ കല്യാണ വിഷയം പറഞ്ഞില്ലേ? അതേപോലെ സമയമാണ്. സമയം ഏതുവരെ നീണ്ടിട്ടുണ്ട്? 13ൻ്റെ മഗ്‌രിബ് വരെ സമയം നീണ്ടു നിൽക്കുന്നത്. ഏതിൻ്റെ ഏത്? ജംറത്തുൽ അഖബ കഴിയുമ്പോൾ ഞാൻ എത്ര ഏതാണെന്ന് പറഞ്ഞില്ലേ? ജംറത്തുൽ അഖബ കഴിയുന്നതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ജംറത്തുൽ അഖബ 10ൻ്റെ നിലയെന്ന് പറഞ്ഞില്ലേ? അന്ന് ജംറത്തുൽ അഖബയിൽ 7 ഏറാണ് എറിയേണ്ടത്. എത്ര ഏറ്? 7 ഏറ്. ദിക്റുകളൊന്നും ഞാൻ പറയുന്നില്ല. ഒക്കെ ദിക്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 ഏറ്. ആ 7 ഏറ് എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1, പുരുഷന്മാർ കൈ ഉയർത്തി എറിയണം, സ്ത്രീകൾ കൈ ഉയർത്താതെ എറിയണം. എറിയന്നെ വേണം, ഇട്ടാ പോരാ. വ്യത്യാസം മനസ്സിലായോ? നമ്മൾ കല്ലിങ്ങനെ കൊണ്ടുപോയി ഇട്ടാ പോരാ. എങ്ങനെ വേണം? ഇങ്ങനെ എറിയന്നെ വേണം. പുരുഷന്മാർ എങ്ങനെ എറിയണം? കൈ ഉയർത്തി എറിയണം. സ്ത്രീകൾ എന്ത് ചെയ്യണം?
കൈ താഴ്ത്തിയിരിക്കണം. പക്ഷേ ഇത് ജംറയാണ് ചോദിച്ചത്. ഈ ജംറത്തിൽ അക്കബക്ക് ഒരു ഭാഗത്തേക്ക് കെട്ടുള്ളൂ. ഈ ജംറയ്ക്ക് കെട്ട് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉള്ളു കെട്ട് ഒരു ഭാഗത്തേക്ക് കെട്ടുള്ളൂ. വന്നോ? കണ്ടില്ലേ? ഒരു ഭാഗത്തേക്ക് എന്തുള്ളൂ? ജംറത്തുൽ അഖബക്ക് കെട്ടുള്ളൂ. ആ കെട്ടിന്റെ ഉള്ളിൽ വീണം എന്നുള്ളത് നിബന്ധനപ്പെട്ടതാണ്. ഏതിന്റെ നിബന്ധനപ്പെട്ടതാണ്? എന്ത്? ആ കെട്ടിന്റെ ഉള്ളിൽ വീണം. കാൽമലക്ക് ലക്ഷ്യം വെച്ച് എറിയേണ്ടതില്ല. കാൽമലക്ക് ലക്ഷ്യം വെച്ച് എറിയേണ്ടത് നമ്മൾ ലക്ഷ്യം വെച്ച് എവിടെയൊക്കെ എറിയേണ്ടത്? ആ കെട്ടിലേക്ക് ലക്ഷ്യം വെച്ചാൽ എറിയേണ്ടത്. അപ്പൊ കല്ല് എവിടെ വീണം? കെട്ടിന്റെ ഉള്ളിൽ വീണം. നമ്മൾ എറിഞ്ഞപ്പോ കെട്ടിന്റെ ഉള്ളിലേക്കാവില്ല, പുറത്തേക്കാണ് വീണത്. ആ ഏറ് കൂട്ടോ? കൂട്ടൂല. മീൻ കച്ചവടക്കാരൻ പറഞ്ഞ വഴിയാണ്. ഒന്നാമൊന്ന് ചുടുവാന്ന് പറഞ്ഞില്ലേ? പഴയ കാലത്ത് പുതിയ ആളുകൾക്ക് അറിയില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് മീൻ ഇങ്ങനെ എണ്ണിക്കെന്ത് ഒന്ന് ചുടുവാന്ന് പറഞ്ഞു. അതേപോലെ ചുടുവാനൊക്കെ കൊണ്ടത് ആ പുറത്തേക്ക് പോയ ഏത് ചെയ്യണം? വേറെ കല്ലെടുത്തിട്ട് എറിയണം. അതിലാണ് ഞാൻ മുസ്തലിഫിന്റെ കല്ല് വെറുക്കുമ്പോ കുറച്ച് അധികം പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ട് എന്തിനാ പറഞ്ഞത് രചന? അപ്പൊ ചിലപ്പോ നമ്മൾ പോകുമ്പോ 7 കല്ല് കണക്കായി കൊണ്ടുപോയത് പോകുമ്പോ ഒരു 10 കല്ല് കൈ പിടിച്ച് പോയിക്കൊള്ളി. അതും കൈ പിടിച്ച് പോകാൻ നിൽക്കണ്ട. എന്തെങ്കിലും ചെറിയ കാരണം കാരണം ഇപ്പൊ വീട് മാസം ചെറിയ കുപ്പികൾ എന്തെങ്കിലും എടുക്കാൻ അതിന് തന്നെ എടുക്കുക. 1 എടുക്കുക, എറിയ, 2 എടുക്കുക, എറിയ. അങ്ങനെ 7 ഏറെറിയണം. ഏറാവണം, തടത്തിന്റെ ഉള്ളിൽ വീഴണം. അല്ലാത്ത ഏതെന്നില്ല പരിഗണിക്കില്ല. അപ്പൊ ജംറത്തുൽ അഖബയായിരുന്നു. ഇപ്പൊ നമ്മൾ എവിടുന്നാണ് പോണ്ടി വന്നേ? കാരണം വിശദീകരിക്കേണ്ട വിദേശത്ത് പോകണല്ലോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത്? 11ന്റെ ഏറാണ്. 11ന്റെ ഏറാണ് നമ്മൾ ചർച്ച അല്ലേ? 11ന്റെ ഏറില് ശ്രദ്ധിക്കണം. എപ്പോഴാണ് ടൈം പറഞ്ഞ ഓർമ്മല്ലേ? ഇത് പറയും. ലൂറിന് ശേഷം ഏതുവരെ? അന്ന് മഗ്‌രിബ് വരെ ശ്രേഷ്ഠമായ സമയം. 13ന്റെ അന്ന് മഗ്‌രിബ് വരെ വിശാലമായ സമയം. ആ സമയത്തിനടുത്ത് എപ്പോഴെങ്കിലും പോയിട്ട് ചെയ്താൽ മതി, എറിഞ്ഞാൽ മതി. ആ ഏറിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഇവിടെ എറിയണം. ഈ റൗണ്ടില് ജംറത്തുൽ ഊല എന്ന് പറഞ്ഞ ജംറയിലാണ് എന്ത് ചെയ്യേണ്ടത്? എറിയേണ്ടത്. ഇവിടെ 7 എറിയ. അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ വുസ്തയിൽ 7 എറിയ. അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ അഖബയിൽ 7 എറിയ. അതോടെ എന്തായി? 11ന്റെ ഏറ് കഴിഞ്ഞു. കഴിഞ്ഞോടത്തോളം രാത്രി പോയ സൗകര്യമാണ്. ശ്രേഷ്ഠമായ സമയം കിട്ടില്ലെന്നുള്ളൂ. പക്ഷേ രാത്രി പോയാൽ എന്തായി? വലിയ പ്രയാസമില്ലാതെ തെറിഞ്ഞു പോരാ. 11ന്റെ ഏറ് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ 7 ഏറണം. എല്ലാ സ്ഥലത്തും എത്ര ഏറ് വേണം? 7 ഏറ് വേണം. ആദ്യം ഒരാൾ നേരെ പോയിട്ട് ഇന്നലെ നമ്മൾ ജംറത്തുൽ അതുകൊണ്ട് ആദ്യം അവിടെ പോയി എറിയായിരിക്കാം. പിന്നെയാണ് ഓർമ്മ വരുന്നത്. ബഷീർമാഷ ക്ലാസ്സിൽ പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞില്ലല്ലോ? 11ന്റെ ഏറ് അങ്ങനല്ല വേണ്ടത്. എങ്ങനെ വേണ്ടത്? ആദ്യം ഊലയിൽ എറിയണം, പിന്നെ മുസ്തയിൽ എറിയണം, പിന്നെ അഖബയിൽ എറിയണം എന്ന് പറഞ്ഞില്ലല്ലോ. ഇനി നമ്മൾ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 7 എറിഞ്ഞ് റൂമിലേക്ക് പോയാൽ ഏത് 2 ഏറെ ഉണ്ടാവുള്ളൂ? ഈ 2 ഏറെ ഉണ്ടാവുള്ളൂ. ഈ ഏറെ ഉണ്ടാവുകയാണ്, ബാക്കിയാവും. ചുരുക്കി പറഞ്ഞാൽ ആദ്യം ഊലയിലെറിഞ്ഞ്, പിന്നെ മുസ്തയിലെറിഞ്ഞ്, പിന്നെ അഖബയിലെറിഞ്ഞ്. അങ്ങനെ തന്നെ 7 21 ഏറെ എറിയണം. ക്രമത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെ എറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് എക്സ്ട്രാ കല്ല് കൈ പിടിക്കുന്നത്. എന്ത് വേണം? അവിടുത്തെ ഏറ് 7 വീണ്ടും ഒന്നുകൂടി എറിയണം. അപ്പോഴെന്താവുള്ളൂ? 3 ഏറും 7 വീതമുള്ള 21 ഏറ് പൂർത്തിയാവുള്ളൂ. 11ന്റെ ഏറ്. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ചോളൂ. ഞങ്ങള് തവാഫിന്
പോയത് 12 അന്ന് രാവിലെ, അല്ല 11 അന്ന് രാവിലെ. അക്കബയിലെ ഏത് തലേ ദിവസം കഴിച്ചു 10 തന്നെ. ഞങ്ങൾ തവാഫിന് പോകണം. എപ്പോ 11 രാവിലെ പോവാണ്. ആ പോണ പോക്കില് ഇവിടൊക്കെ ഭയങ്കര എവിടൊക്കെ ഊലയിലും പുസ്തകയിലും. അതിന് സമയമായിണോ? ഇല്ല. അക്കബയിൽ ഏരിയാണെങ്കിൽ തലേന്ന് കയറി 7 വരെ സമയമുണ്ട്, 13 മകരം വരെ സമയമുണ്ട്. അക്കബയിൽ ഏരിയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കരുത് അത് തലേ ദിവസത്തെ ഏറാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ മനുഷ്യന്മാർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ആളുകൾ എന്ത് ചെയ്യാണ്, രാവിലെ തന്നെ എറിഞ്ഞു പോവാണ്. വിവരമില്ലാത്തവരോട് പറയണ ഇന്റെ അഞ്ചന്മാർ കുടിയിട്ടുണ്ട്. വിവരമുള്ളവരും അവിടെ പോകുമ്പോൾ നടന്നിരിക്കും, വിവരമുള്ളവരും അവിടെ എന്ത് ചെയ്യും, നടന്നിരിക്കും. സ്നേഹം അങ്ങനെ ഏറൊക്കെ കഴിഞ്ഞതിന്റെ ചുരുണ്ട് എനിക്ക് വിളിക്കണേ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോ ഒന്നുകിൽ 13 മഗ്‌രിബിന്റെ മുമ്പ് അയച്ചാൻ വിളിച്ച് അറിയണം, അയച്ചാൻ അറിയണം. ഇല്ലെങ്കിലോ 13 കഴിഞ്ഞതിന്റെ ശേഷം ബോധ്യപ്പെട്ടെങ്കിലോ അതിനുള്ള ഫിദിയ കൊടുക്കണം, അല്ലാത്ത വേറെ പരിഹാരമില്ല. അപ്പോ 10ന്റെ അന്ന് ജംറത്തുൽ അഖബയിൽ മാത്രം, 11ന്റെ അന്ന് ഒന്ന് സാറേ പറയും ചോറ് റെഡിയാണ്. പറയും അങ്ങനെ ആദ്യം ജംറത്തുൽ ഊല, ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, അങ്ങനെ ക്രമത്തിൽ തന്നെ എറിയണം. 11ന്റെ അന്ന് 12ന്റെ അന്നും അതേപോലെ എറിയണം. ഇതേപോലെ എപ്പോഴാ സമയം തുടങ്ങുക? ഉച്ച മുതൽ 13ന്റെ അന്ന് മഗ്‌രിബ് വരെ അതിന് മുഖ്താറായ സമയം. ആദ്യം എവിടെ എറിയണം? ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് 12ന്റെ മഗ്‌രിബിന്റെ മുമ്പായിട്ട് മിന വിടുന്ന ആളുകൾക്ക് 13ന്റെ അന്നത്തെ ഏറും എറിയേണ്ടതില്ല. 13ന്റെ അന്നത്തെ ഏറും അവരെറിയേണ്ടതില്ല. ആരെറിയേണ്ടതില്ല? 12ന്റെ അന്ന് മഗ്‌രിബോട് കൂടി മിന വിട്ടു പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? 13ന്റെ അന്നത്തെ ഏറും എറിയേണ്ടതില്ല. അവർക്ക് ഡിസ്കൗണ്ടാണ്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമല്ല, ശ്രേഷ്ഠമായ രൂപം 13 താമസിക്കലും 13 അന്ന് എറിയലും ആണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. 13 അന്നത്തെ എപ്പോഴാ സമയം തുടങ്ങി? അന്ന് ഉച്ചക്ക്. ഏത് വരെ സമയമുള്ളൂ? അന്ന് മഗ്‌രിബ് വരെ. അന്ന് മഗ്‌രിബ് വരെ. എങ്ങനെ അറിയണം? ആദ്യ ഊല, പിന്നെ വുസ്ത, പിന്നെ അഖബ, അങ്ങനെ അറിയണം. എങ്ങനെ പറഞ്ഞു? ഊല, വുസ്ത, അഖബ, അങ്ങനെ അറിയണം. അന്നാണ് മുമ്പൊക്കെ നമ്മൾ കേൾക്കേണ്ടത് ജംറയിലെ തിക്കിൽ തിരക്കിൽ പെട്ട ആളുകൾ പഠിച്ചോട് കേൾക്കേണ്ട അന്നാണ്. കാരണം അന്ന് ഈ സമയത്തിനിടയ്ക്ക് എന്ത് ചെയ്യണം? ഏറ് പൂർത്തിയാക്കണം. അപ്പോൾ മാത്രമല്ല ഈ മനുഷ്യന്മാർ മുഴുവനും ഈ ലോഡം കൂടി വലിച്ചിട്ടാണ് മിന എറിയാണ്. മിനന്റെ ടെന്റിനെ നേരെ മക്കത്തേക്ക് പോകാൻ എന്ത് ചെയ്യും? ഇതൊക്കെ പുറത്ത് കെട്ടി കയ്യിൽ പിടിച്ചിട്ട് വരും. അപ്പം തിരക്കും ഇതായിട്ട് അപകടം സംഭവിക്കും. ഇപ്പം അലഹംദുലില്ല 3 നിലയുണ്ട്. 3 നിലയിൽ എവിടുന്ന് നമുക്ക് എറിയാം. ഇതൊക്കെ ഇത് 3 നില ഇങ്ങനെ 1, 2, 3 തട്ടുണ്ട്. ആ 3 തട്ടത്ത് എറിയാം. എറിഞ്ഞ ലാസ്റ്റ് എവിടേക്ക് വരിക? ലാസ്റ്റിലേക്ക് താഴേക്ക് വരാം. ആ ഏറ് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എന്താ അറിയാ, വലിയ തിരക്കും പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നല്ലപോലെ കരുതണം. തിരക്കുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കല്ലേറ് കഴിഞ്ഞ് മിനെ രാത്രി താമസിക്കലും കഴിഞ്ഞ് മനസ്സിലായോ? ഇനി ആ പിന്നെ ഇതിലൊരു വാക്കുണ്ടാവും. ഏതില്? ഹജ്ജിന്റെ വാജിബാത്ത് പറഞ്ഞതിന് തവാഫുൽ വിദാഇ എന്ന് പറയും. വിദാഇന്റെ തവാഫ് അതിന് പിന്നെ വിശദീകരിക്കാം കേട്ടോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചടങ്ങ് ബാക്കിയുണ്ട്. ഏതാ? തവാഫും സഅയും. അറബിലേക്ക് വന്നിട്ടില്ല. അറബിലേക്ക് അടുത്തതിന് വിശദീകരിക്കാൻ ശ്രമം പറയും. ഏത്? തവാഫും സഅയും. അത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ്. സ്ഥാപനത്തിന് അൽഹംദുലില്ലാഹ് നമ്മളോട് പറഞ്ഞില്ലേ, എത്തീമക്കള് 25ഓളം എത്തീമക്കൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്.
അതിൽപ്പെട്ട 2 കുടുംബത്തിന്, കൂടുതൽ കുടുംബത്തിന് നമുക്ക് ചെയ്യാൻ കഴിയില്ല, 3ാമത്തെ കുടുംബത്തിന് നമ്മളിപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. 2 കുടുംബത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വീട്ടിലേക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഫുള്ള് നമ്മളാണ് വാങ്ങിക്കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ്. പക്ഷേ അതിലേക്ക് വിചാരിച്ചാലും തരുന്നത് ഈ പൈസ അതിലേക്ക് പോകില്ല. ഈ പൈസ ഈ വിഷയത്തിലേക്ക് മാത്രമേ ചിലവാക്കുള്ളൂ. എത്തിമക്കളെ പൈസ വിചാരിച്ചിട്ട് കൊടുക്കരുത്. എത്തിമക്കളെ പൈസകൾ വിചാരിച്ച് കൊടുക്കുകയാണെങ്കിൽ താഴെ ഓഫീസിൽ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതിലേക്കുള്ള ഫണ്ടിലേക്ക് കൊടുക്കാം. പക്ഷെ അത് ഈ പെട്ടി പാത്രത്തിൽ ഇടരുത്. അത് വേറെ തന്നെയാണ്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രം. ഇപ്പം ഇന്ന് രാവിലെ ഈ ക്ലാസ്സിലുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ വന്ന ഒരു സഹോദരി, നമ്മളെ എടവണപ്പാറ തന്നെ നമ്മളെ അലി അക്ബർ സഖാഫിയുടെ ഭാര്യ ജമീല, 400 ഒരു സംഖ്യ ആ എത്തീം ഫണ്ടിലേക്ക് തന്നെ പറഞ്ഞു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഒരു 1100 രൂപ ആക്സിഡന്റ് ചെയ്തു. ആ ഉമ്മ പ്രത്യേകം വേർക്കാൻ വേണ്ടി പറഞ്ഞു തൻ്റെ മോന്, ഉമ്മയുടെ മോന് കുതിരവട്ടം ഹോസ്പിറ്റലിൽ. അതേപോലെ 2 ദിവസം മുമ്പ് ഒരാൾ, ഒരു ഉമ്മയും കൂടെ ഇവിടെ വന്നിട്ട് 1000 രൂപ തന്നു എത്തിക്കൂടുള്ള ഫണ്ടിലേക്ക്. ആ ഉമ്മ ഹജ്ജിന് പോയിട്ടില്ല. ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. പ്രത്യേകം വേർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോള് വളരെ പ്രയാസപ്പെട്ട ഒരു അസുഖം പിടിപെട്ടിട്ട് ചികിത്സയിലാണ്. ഞങ്ങളെ മോളൊക്കെ പഠിക്കുന്നത്, നമ്മളെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി കൂടിയാണ്. ഉസ്താദിൻ്റെ മോള് പഠിക്കുന്ന അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളാണ്. പ്രത്യേകം ദ്വാരക്കാൻ നമ്മൾ കടമപ്പെട്ടവരാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്, അതിൻ്റെ 2 ആഴ്ച വരെ ഒരു പ്രശ്നമില്ല, ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ മോള് മരണപ്പെട്ടു. അല്ലാഹു തആല 13 വയസ്സായ കുട്ടിയാണ്. പ്രായപൂർത്തിയത്തിന് ശേഷം മരണപ്പെടുന്നത്. അല്ലാഹു തആല ആ കുട്ടിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد. الرحمن الرحيم على سيدنا خالقاയ അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഹജ്ജ് കർമ്മത്തിന് വാജിബായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അതിന് വേണ്ടി മുന്നൊരുക്കുന്ന ക്ലാസ്സിന് ഞങ്ങൾ ഒരുമിച്ച് കൂടി നീക്കി ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തോടെ നല്ല നിലക്ക് ഹജ്ജും ഉംറയും മറ്റു സിയാറത്തും ചെയ്യുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വന്ന് സന്തോഷത്തോടെ കുടുംബവുമായി ബന്ധപ്പെടണ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കാമിലായ ഖബൂലിയത്തോടുകൂടെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തോടെ ആഫിയത്തോടെ ചെയ്യുവാൻ ഹജ്ജിന് ഉദ്ദേശിച്ചവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലക്കുള്ള സഹായവും മഹാന്മാരെ ബർക്കത്തോടെ നീ നൽകണേ അല്ലാഹ്. യാത്രയിലും താമസത്തിലും മറ്റേ ഇബാദത്തുകളിലും എല്ലാത്തിനും ഖൈറോടുകൂടെ റാഹത്തോടുകൂടെ നീ സൗകര്യങ്ങൾ ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. എല്ലാ ശർറിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്. അപകടത്തിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വീട്ടിൽ നിന്ന് നിങ്ങൾ ഹജ്ജ് ക്ലാസ്സിൽ വന്ന് തിരിച്ച് വീട്ടിലെത്തിയവരെയുള്ള ഓരോ ചവിട്ടടിയുടെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എത്രയോ ദോഷങ്ങളുമായി തെറ്റുമുള്ള റബ്ബേ, ഞങ്ങൾ ഹജ്ജിന് ഉദ്ദേശിക്കുന്ന എല്ലാം പുറത്ത് പ്രസവിച്ച കുഞ്ഞുമക്കളെ പോലെ ആക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ ഖബൂലാക്കിയില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലല്ലോ റബ്ബേ. മഹാന്മാരായ മഹാന്മാർ സദാത്യങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലും സ്വീകരിക്കണേ അല്ലാഹ്. ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തവനെ പടച്ചോനെ നീ പുറത്തു തരണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ശിഷ്ടജീവിതന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പലരും രോഗികളാണ്, നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഇബാദത്തിന് തടസ്സമാകുന്ന രോഗവും ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ഞങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നീ പൂർത്തിയായി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലക്കുള്ള ശർറിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളിൽ സലാമാക്കാത്തായി തന്നെ അല്ലാഹ്. കടത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. കടം വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാഹ്.
അള്ളാഹുവേ വിവാഹ പ്രായത്തെ യുവതികളും യുവാക്കളുമുണ്ട്, ജോലി ചിഹ്നങ്ങൾ നൽകണേ അള്ളാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അള്ളാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അള്ളാ. ഓരോ നിലക്ക് വിഷമിക്കുന്ന വീടുകളിൽ റബ്ബേ നീ സലാമത്ത് നൽകണേ അള്ളാ. ഈ പരിപാടിക്ക് വേണ്ടി രാവിലെ മുതൽ തലേന്നൊക്കെ ഓടി നടന്ന് ഇതിന് വേണ്ടി സഹായിച്ച പ്രവർത്തകന്മാരായ ടീച്ചർമാരും കുട്ടികളും ഉസ്താദുമാരുടെ ഖൈറും ബറക്കത്തും അധികരിപ്പിക്കണേ അള്ളാ. ഇങ്ങനെ സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ആരെല്ലാമുണ്ട് അതിന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും സഹായിച്ച പ്രവർത്തിച്ച എല്ലാവർക്കും റബ്ബേ നീ ഖൈർ നൽകണേ അള്ളാ. നീ ഖൈർ നൽകണേ അള്ളാ. ഹസനാത്തിന്റെ ഏടിൽ വലിയൊരു അമലായി നീ സ്വീകരിക്കണേ അള്ളാ. ഇതിൻ്റെ ബറക്കത്തുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അവർക്കും നീ നൽകണേ അള്ളാ. അള്ളാഹുവേ പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അള്ളാ. അള്ളാഹുവേ മുഅ്മിനീങ്ങളെ പെടുത്തണേ അള്ളാ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണേ അള്ളാ. ഈ സദസ്സിൻ്റെ മിഥില സവാബ് ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഖബറിലേക്ക് നീ നാസായി എത്തിക്കണേ അള്ളാ. അള്ളാഹുവേ ഞങ്ങളെ നീ ഖബൂലാക്കണേ അള്ളാ. ദുആ നീ സ്വീകരിക്കണേ അള്ളാ. അള്ളാഹുവേ പൂർണ്ണമായും പാരമ്പര്യത്തോടെ വീണ്ടും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യുവാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാ. ക്ലാസ് എടുക്കുന്ന ബഷീർ നാസറുടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അള്ളാ. ഞങ്ങളെയും ഇല്ലാതെ ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാ. അള്ളാഹുവേ മരണം ഖൈറാകുമ്പോൾ കാമിലായ ഈമാനോട് കൂടെ മലായികത്തുൽ കിറാമിന്റെ ബിശാറത്ത് കേട്ട് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് ചിരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله عليه وسلم على سيدنا الحمد لله رب العالمين.